Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning. Morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Morning. Yes. Start ചെയ്താലോ നമുക്ക്. Good morning, all of you once again. തുടങ്ങാം അല്ലേ? തുടങ്ങാലോ? Yes, ma'am. ഒരുപാട് പേര് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഐ തിങ്ക് കുറച്ച് ഒരു 2 മിനിറ്റ് കൂടി മുൻപ് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ബാക്കി ജോയിൻ ചെയ്തിരിക്കുന്നവരുടെ സമയം നമ്മൾ പാഴാക്കില്ല എന്ന് ഒന്ന് ആലോചിച്ചേക്ക എല്ലാവരും. എന്തായാലും നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. സോ നമുക്കറിയാം 10:30-ക്കാണ് ക്ലാസ്. ഒരു 10:28-നോ 29-നോ ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക കേട്ടാ. അപ്പൊ നമ്മള് ബാക്കി ഇവിടെ ഓൾറെഡി 10-20 പേര് ജോയിൻ ചെയ്തിട്ടുണ്ടാവും, എന്താ പറയാ കറക്റ്റ് ടൈമില്. പക്ഷെ നമ്മള് ബാക്കിയുള്ളവരും കൂടി വരട്ടെ, ഇത്രയും കുറച്ച് കുട്ടികളെല്ലാം ജോയിൻ ചെയ്തുള്ളൂ എന്ന് വിചാരിച്ച് കുറച്ചൊന്ന് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോ എന്ത് ചെയ്യാണ്, അത്രയും ഇരിക്കുന്നവരുടെ അത്രയും സമയങ്ങളാണ് വേസ്റ്റ് ആണ്. ഇപ്പൊ 2 മിനിറ്റ് നമ്മൾ എക്സ്ട്രാ നമ്മൾ നോക്കിയിരിക്കുന്നു. അപ്പൊ 2 മിനിറ്റ് ഓരോരുത്തർക്കും വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോരുത്തരുടെയും 2 മിനിറ്റ് ആണ് നമ്മൾ പാഴാക്കണേ. നമ്മളെ സംബന്ധിച്ച് വെറും 2 മിനിറ്റ് മാത്രമേ പാഴായിട്ടുള്ളൂ. പക്ഷെ അവിടെ വിചാരിക്കാം നമ്മളിവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന, ഓൾറെഡി ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും 2 മിനിറ്റ്സ് വീതമോ 5 മിനിറ്റ്സ് വീതമോ നമ്മള് എന്താ പറയാ വേസ്റ്റ് ചെയ്യാണെന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ഒന്ന് കുറച്ചുകൂടി ഒരു 2 മിനിറ്റ് മുമ്പേ ജോയിൻ ചെയ്യാനായിട്ട്, നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് എനിക്ക് ക്ലാസ്സിൽ കയറണം, ലൈവ് ക്ലാസ് കാണണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അതൊന്ന് ശ്രദ്ധിക്കുക. കുറച്ചുകൂടി 2 മിനിറ്റ് മുമ്പ് 2 മിനിറ്റ് മുമ്പ് കയറിയാൽ മതി. ഞാൻ നിങ്ങളോട് കുറച്ചധികം നേരം മുമ്പ് കയറാനൊന്നും പറയുന്നില്ല. ഓക്കെ, യെസ്. സോ ലെറ്റ്സ് മൂവ്. അപ്പൊ നമ്മളുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ ആണ്. അതിൽ നമ്മള് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ കുറച്ച് എന്താ പറയാ OP ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മൾ എന്താ പറയാ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏത് ഡിപ്പാർട്ട്മെന്റ് വരെ നമ്മൾ പറഞ്ഞു? എന്തെങ്കിലും ഓർമ്മയുണ്ടോ? Which department we have studied in the last class? തിങ്കളാഴ്ച നമ്മൾ എവിടെയും കൊണ്ടും വെച്ച് നിർത്തിയല്ലോ. ആർക്കെങ്കിലും പറയാമോ? ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുന്നു. ശരിയാണോ? ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് വരെയാന്ന് പറയുന്നു. യെസ്, ഓക്കെ. എല്ലാവരും അവിടെ വരെ എത്തിയോ? ഒബ്സ്റ്റട്രിക്സ് വരെ എത്തിയോ? പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ എവിടം വരെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ടോ എന്നും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്സിൽ ചോദിക്കുന്നത്. മാത്രമല്ല മിസ്അണ്ടർസ്റ്റാൻഡ് ആവാൻ പാടില്ല. ഞാൻ ചിലപ്പോ വേറെ എവിടെന്നെങ്കിലും തുടങ്ങുന്നു, നിങ്ങൾ പറയുന്നത് കുറെ എടുത്ത് പോയി കഴിയുമ്പോൾ ടീച്ചറെ അത് മറ്റേ ക്ലാസ്സിൽ അപ്പോഴും എടുത്തതാണ്, അല്ലെങ്കിൽ അന്ന് അതിന് മുന്നാണ് എടുക്കണ്ടേ, അത് എടുത്തിട്ടില്ല എന്നൊക്കെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ബിഗിനിങ്ങിൽ നമ്മളൊന്ന് കൺഫേം ചെയ്യുന്നത് എവിടെ വരെ എടുത്തു. So obstetrics എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പഠിച്ചത്. We know that obstetrics is a super specialty or it is the എന്താ പറയാ specialized department of gynecology. ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റട്രിക്സ് എന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ് ഡീൽസ് വിത്ത് ദ ഫുൾ കെയർ ഓഫ് മദർ ആൻഡ് ചൈൽഡ് ബിഫോർ ദ ചൈൽഡ് ബർത്ത്, തൊട്ട് മുൻപ്, കുഞ്ഞു ജനിക്കുന്നതിന് തൊട്ട് മുൻപും അതിനുശേഷവും ഡ്യൂറിംഗ് ദ ബർത്തും ഒക്കെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളെയൊക്കെ ചിലപ്പോ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്, which is a special branch of medicine which deals with the infertility problems of men and women.
അല്ലെ, സ്ത്രീകളിലും പുരുഷന്മാരിലും കാണുന്ന വന്ധ്യത സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്ക്, ഇഷ്യൂസിനൊക്കെ എന്താ പറയാ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് കൂടി ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഒബ്സ്റ്റെട്രിക്സ് ഡിപ്പാർട്ട്മെന്റിലും. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ART. അതിനെ ART എന്ന് വിളിക്കും. അതിനെ ഷോർട്ടായിട്ട്, അതിനെ എക്സ്പാൻഡഡ് ആയിട്ട് നമ്മൾ പറയും അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക്. അപ്പൊ ഈ പറയുന്ന മെന്നിലും എന്താ പറയാ ഇത്തരം ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്, സ്ത്രീകളിലും ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് അതിനു വേണ്ടിയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തി ആൻഡ് ഹൗ ടു ഇംപ്രൂവ് ദയർ ഫെർട്ടിലിറ്റി, അവരുടെ ആ വന്ധ്യത മാറ്റി എങ്ങനെ ഫെർട്ടൈൽ ആക്കാം, എന്താ പറയാ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള രീതിയിലേക്ക് അവരുടെ ഇതിനെ എങ്ങനെയാണ് ഒരു ഫെർട്ടൈൽ ആയിട്ട് മാറ്റാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തിയിട്ട് ആൻഡ് ത്രൂ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ IVF അല്ലെ, കൃത്രിമ ഗർഭധാരണം വഴി കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുന്ന ഒരു രീതിയൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നമ്മൾ അവിടെ വരെ പഠിച്ചതാണ് കേട്ടോ. And now we are going to the next department, that is neurology department. എന്താണ് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്? അപ്പോ നമുക്ക് പഠിക്കേണ്ടത് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, യെസ്. ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ വിച്ച് ഡീൽസ് വിത്ത് ഹ്യൂമൻ നെർവസ് സിസ്റ്റം. ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തെ സംബന്ധിക്കുന്ന, അതായത് മനുഷ്യന്റെ നെർവ് സംബന്ധമായിട്ടുള്ള അല്ലെ നെർവസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ന്യൂറോളജി എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ളതാണ്, ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തെ സംബന്ധിക്കുന്നതാണ്. Our doctors in this department, they have to treat the patients which affect their brain and also the spinal cord. മനുഷ്യന്മാരുടെ ബ്രെയിന് അതുപോലെ തന്നെ സ്പൈനൽ കോഡ് സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും എന്താണെന്ന് കണ്ടെത്തി അതിന് എന്താ പറയാ പെട്ടെന്നൊന്നും മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. അതിന് ചില സ്റ്റഡീസ് അക്ടിവേറ്റ്, എല്ലാവർക്കും ഒരേ ഇഷ്യൂസ് കൊണ്ടായില്ല അവരുടെ ഇത്തരം നെർവ് സിസ്റ്റത്തെ സംബന്ധിക്കുന്ന ഇഷ്യൂസ് ഉണ്ടാകുക. സോ ദേ ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ് വാട്ട് ഈസ് ദ പ്രോബ്ലം. ആ പേഷ്യന്റിന്റെ പ്രശ്നം എന്താണെന്ന് ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി മാത്രമാണ് വാട്ട് ഹാപ്പൻഡ് ടു ദെയർ ബ്രെയിൻ ഓർ സ്പൈനൽ കോഡ് എന്നുള്ളതൊക്കെ കണ്ടെത്തുന്നത്. ആ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി ഒരു എന്താ പറയാ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക, അവർക്ക് അത്തരം രോഗങ്ങൾ ഇനി വരാതിരിക്കാൻ പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സ് സ്വീകരിക്കുക. It is done in this department which is called neurology department. And the neurologist, that means the specialized doctor in this department, നമ്മളുടെ ന്യൂറോളജി വിഭാഗത്തിലെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടറിനെ വിളിക്കുന്ന പേരാണ് ന്യൂറോളജിസ്റ്റ് എന്ന്. അദ്ദേഹം എന്താ പറയാ, അദ്ദേഹം ഈ പേഷ്യൻസിനെ ചിലപ്പോൾ നമുക്കറിയില്ല, ഈ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡയറക്ട്ലി ദ പേഷ്യൻസ് ആർ നോട്ട് ഗോയിങ്. മോസ്റ്റ് ഓഫ് ദ അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ പേഷ്യൻസ് ആർ സജസ്റ്റഡ് ഫ്രം സം അതർ ഡിപ്പാർട്ട്മെന്റ്സ്. ഫിസിഷ്യൻസിന്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനെ അവര് നോക്കിയിട്ട് അവർക്ക് കണ്ടെത്താനാകാത്ത ചില ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവര് സജസ്റ്റ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും മെജോറിറ്റി കൂടുതലും എന്താ പറയാ ഈ പറയുന്ന ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യൻസ് വരുന്നത്. മനസ്സിലായോ? അതായത് ഡയറക്ട്ലി അല്ല, ഇപ്പൊ ചിലപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള തലവേദന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് ഓഫ് ദ ബോഡിയിൽ എവിടെയെങ്കിലും സ്ഥിരമായിട്ടുള്ള വേദനകളോ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസോ ഫേസ് ചെയ്യുമ്പോൾ വി മേ ഫസ്റ്റ് ഓഫ് ഓൾ കൺസൾട്ട് എനി ഫിസിഷ്യൻ. ആദ്യം തന്നെ നമ്മൾ ചിലപ്പോൾ കൺസൾട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഫിസിഷ്യൻസിനെ ആയിരിക്കുള്ളൂ. കാരണം ഫിസിഷ്യൻസിന്റെ അടുത്ത് ചെന്ന് അവര് നമുക്ക് ഒരു പ്രാവശ്യം ചിലപ്പോ സാധാരണഗതിയിലുള്ള എന്തെങ്കിലും എന്താ പറയാ പെയിനോ അങ്ങനെ മറ്റെന്താണെന്ന് നോക്കിയിട്ട് അവരെന്ത് ചെയ്യുന്നു, നമുക്ക് കുറച്ച് മരുന്നൊക്കെ തരും. സോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ഫോളോ അപ്പിന് വേണ്ടിയിട്ട് ആഫ്റ്റർ 2 weeks അല്ലെങ്കിൽ 1 month കഴിയുമ്പോൾ ഒന്നുകൂടി വന്ന് കാണുക, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കട്ടെ അങ്ങനെ പറയുന്നു. ചിലപ്പോ 1-2 ആഴ്ച കഴിയുമ്പോൾ തന്നെ വീണ്ടും ആ പേഷ്യന്റിന് വീണ്ടും ആ ഒരു ഡിസ്റ്റർബൻസ്, എന്ത് വേദനയായിക്കോട്ടെ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യമാണെങ്കിൽ ആ ഇഷ്യൂ വീണ്ടും വരുമ്പോ again go to the physician. വീണ്ടും ഫിസിഷ്യന്റെ അടുത്ത് തന്നെ പോകും. ഡോക്ടർ ഇത്രയും മരുന്ന് കഴിച്ചു, 2 ആഴ്ച കഴിച്ചു, പക്ഷെ എനിക്ക് യാതൊരു എന്താ പറയാ റിലീഫും അതിൽ നിന്ന് കിട്ടുന്നില്ല. സോ അങ്ങനെ പോകുന്നു. അപ്പൊ ഡോക്ടേഴ്സിന് they can understand that it is not the cause of, അല്ലെങ്കിൽ ഇവർ കൊടുത്തിരിക്കുന്ന മരുന്നിന് കാരണമായിട്ടുള്ള ഒരു എന്താ പറയാ രോഗത്തിന് കാരണമായ മരുന്നായിരിക്കില്ല കൊടുത്തേക്കുക. അപ്പൊ അവർക്കത് മനസ്സിലാക്കും ഇതല്ല ഇഷ്യൂ, മേ ബി സം അതർ പ്രോബ്ലം, അത് എന്തെങ്കിലും പ്രശ്നമാണെന്ന് മനസ്സിലാക്കും. സോ ഇങ്ങനെ ചില ഫിസിഷ്യൻസ് സജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ന്യൂറോനെ കാണുക. ഓക്കെ, ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും അല്ലെ നെർവസ് സംബന്ധമായിട്ടുള്ള ചില എന്തെങ്കിലും ഇഷ്യൂസ് ആകാം എന്ന് പറഞ്ഞിട്ട് സജസ്റ്റ് ചെയ്ത് വരുന്ന ആളുകളാണ് മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? ആളുകൾ എല്ലാവർക്കും മനസ്സിലായോ? Neurologists examine patients who have been referred to them by other physicians in both inpatient and outpatient. Inpatient വിഭാഗത്തിലും ഔട്ട്പേഷ്യന്റ് വിഭാഗത്തിലും ഒക്കെ ഇങ്ങനെ മറ്റ് ഫിസിഷ്യൻസ് സജസ്റ്റ് ചെയ്തു വരുന്ന പേഷ്യൻസിനെയൊക്കെ നമ്മുടെ ന്യൂറോളജിസ്റ്റുകൾ ഡീൽ ചെയ്യാറുണ്ട്. ഓക്കെ, ആ സെന്റൻസ് ക്ലിയർ ആയോ?
ചില സെന്റൻസ് ഞാൻ എടുത്ത് വായിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ചിലപ്പോ മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. ചിലത് മാത്രമേ അങ്ങനെ ഞാൻ വായിക്കുള്ളൂ, അത്ര ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന രീതിയിൽ. ക്ലിയർ ആണോ? Yes. Okay, then what the neurologist do? ഇവിടെ വരുന്ന പേഷ്യൻസിനെ ന്യൂറോളജിസ്റ്റ് എങ്ങനെ പരിശോധിക്കണേ? First of all, they make a comprehensive medical study or medical history of that particular patient. തങ്ങളുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന്റെ അവരുടെ ഒരു സമഗ്രമായ ഒരു മെഡിക്കൽ ഹിസ്റ്ററി അവരങ്ങനെ പഠിക്കും, അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കും. എന്ന് വെച്ചാൽ ഇങ്ങനെ വരുന്ന ഇപ്പൊ നെർവസ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലേ അത് അവരോട് സംസാരിച്ച് അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാൽ അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു കാരണത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ന്യൂറോളജിസ്റ്റ് അവരുടെ മുമ്പിൽ വരുന്ന പേഷ്യൻസിനോട് കുറച്ച് അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, മുൻപ് എന്തൊക്കെ അസുഖങ്ങൾ വന്നിട്ടുണ്ട്, ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ നമ്മളുടെ ഈ ബ്രെയിൻ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഈ നെർവ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകാൻ തക്ക കാരണത്തിന് എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാ ഇങ്ങനെയുള്ള ഒരു മെഡിക്കൽ ഹിസ്റ്ററി, എന്തൊക്കെ അസുഖങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. ഇനി അദ്ദേഹത്തിനെ സംബന്ധിക്കുന്ന ഒരു ചാർട്ട് മെഡിക്കൽ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ എടുത്തിട്ട് അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഈ മെഡിക്കൽ ഹിസ്റ്ററി എടുക്കുന്നു. ആൻഡ് ഓൾസോ ദേ മേക്ക് സം ഫിസിക്കൽ എക്സാമിനേഷൻ. ഇവരുടെ ഫിസിക്കൽ എക്സാമിനേഷൻ, അവരുടെ ശാരീരികപരമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തുന്നു. അപ്പോൾ ആ ശരീര പരിശോധന നടത്തുന്നതിന്റെ ഒപ്പം തന്നെ ദേ ഓൾസോ ഇവാലുവേറ്റ് ദെയർ നെർവസ് സിസ്റ്റം. അവരുടെ ഞരമ്പ് സംബന്ധമായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ അവർ എക്സാമിൻ ചെയ്യും. ഫിസിക്കൽ എക്സാമിനേഷൻ ഇപ്പൊ നമ്മള് പനി വരുമ്പോ ചുമ വരുമ്പോ ഒക്കെ ഡോക്ടർ ഇങ്ങനെ സ്റ്റെത്തസ്കോപ്പ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ തൊട്ടൊക്കെ നോക്കുമല്ലോ അല്ലെ, നോക്കും. അപ്പൊ അതൊക്കെ അണ്ടർസ്റ്റാൻഡ്. അതിന്റെ ഉള്ളില് ഇപ്പൊ ചുമയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉള്ളിലേക്കൊക്കെ ഭയങ്കര ഇതായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ശ്വാസതടസ്സം, ബ്രീതിങ് പ്രോബ്ലം പോലെയൊക്കെ ഉണ്ടോ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുമല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ നോക്കും. കൈയുടെ കാലിന്റെ ഒക്കെ എല്ലാ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നു, നോക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ നെർവ് സിസ്റ്റത്തിന്റെ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി ഈ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ വൈൽ ഡൺ ബൈ ദ ന്യൂറോളജിസ്റ്റ്, അവർ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ പറയുന്ന പേഷ്യന്റിന്റെ ഫിസിക്കൽ എക്സാമിനേഷനോടൊപ്പം തന്നെ they also assess the patient's cognitive function. കോഗ്നിറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിപരമായിട്ടുള്ള അവരുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളെ ചിലപ്പോൾ പഴയതോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഓർഡർ ആയിട്ട് പറയാനോ ഒക്കെ ഉണ്ടോ. അത് എന്ന് വെച്ചാൽ അവരെങ്ങനെ അത് എന്താ പറയാ ഓർമ്മിച്ച് എടുത്ത് അത് പർട്ടിക്കുലർ ആ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ അതെങ്ങനെ പറയുന്നു, കണക്ട് ചെയ്ത് പറയുന്നു എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. നെർവ് സംബന്ധമായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ദേ കനോട്ട് അസസ്, അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാനും ചിലപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ആ സിസ്റ്റമാറ്റിക് ഓർഡറിൽ ദേ കനോട്ട് റീകളക്ട്, ചിലപ്പോൾ അത് ഓർമ്മിച്ചെടുക്കാനായിട്ട് സാധിച്ചു എന്നില്ല. അപ്പൊ അതൊക്കെ ഇങ്ങനെ താറുമാറായി കിടക്കാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരിശോധന, അതാണ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ പരിശോധിക്കുന്നു. ആൻഡ് ഓൾസോ ദേ ചെക്ക് ദെയർ മോട്ടോർ സ്ട്രെങ്ത്. മോട്ടോർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പേഷ്യൻസിനെ അവിടെ തന്നെ ഇരുത്തിയിട്ട് അവരുടെ എന്താ പറയാ ഈ കൈകളിലെ നമ്മുടെ പാൻസ് ഒക്കെ ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ പുഷ് ചെയ്യാനൊക്കെ ആവശ്യപ്പെടും. അത് ഒരു മൂന്നാലഞ്ച് ആക്ടിവിറ്റി ഇങ്ങനെ ചെയ്യിപ്പിക്കും. കൈ വെച്ചിട്ട് ഒന്നില്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന വാൾസിലേക്ക് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പുഷ് ചെയ്യാൻ പറയും. സോ ദേ ക്യാൻ ഫൈൻഡ് ഔട്ട് ദ മൂവ്മെന്റ് ഓഫ് ദ മസിൽസ് ആൻഡ് ജോയിന്റ്സ്. ആ രോഗിയുടെ മസിലിന്റെ ജോയിന്റിന്റെ ഒക്കെ മൂവ്മെന്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരു 5 രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യിക്കും. ചിലപ്പോ കാലിന്റെ അവിടെ വെച്ചിട്ടായിരിക്കും ഇങ്ങനെ അമർത്തിയിട്ട് കാല് ഇങ്ങനെ പൊക്കത്താത്ത, അങ്ങനെ ഡിഫറെന്റ് അതൊക്കെ കൂടി ചേർന്ന ഒരു പരിശോധന. അതിനെയാണ് നമ്മൾ മോട്ടോർ സ്ട്രെങ്ത് വിളിക്കുക. ദാറ്റ് മീൻസ് ഒരു 5 രീതിയിലാണ് ഇതിങ്ങനെ പരിശോധിക്കുന്നത് ഈ പറയുന്ന ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ചിട്ട്. അപ്പൊ ഈ മസിൽസും അതുപോലെ തന്നെ ജോയിന്റ്സും ഹൗ ഇറ്റ് മൂവ്സ് അല്ലെങ്കിൽ ഹൗ ഇറ്റ് വർക്ക്സ്. ചിലപ്പോ ചിലരുടെ മസിൽ മൂവ് ചെയ്യുന്നുണ്ട്, ജോയിന്റ് മൂവ് ആവുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ they can understand if there is a problem. അങ്ങനെ നെർവസ് സിസ്റ്റത്തിനെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പരിശോധന നടത്തുക. എന്താന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. മോട്ടോർ സ്ട്രെങ്ത് അതാണ്. ദെൻ സെൻസേഷൻ റിഫ്ലക്ഷൻസ്, അതായത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലൊക്കെ ഡോക്ടേഴ്സ് ഇങ്ങനെ തൊട്ട് നോക്കുന്നു. ഹൗ ഡു യു ഫീൽ, ഇവിടെ നിങ്ങൾ തൊടുന്നതും അനുഭവപ്പെടുന്നുണ്ടോ, ഫീൽ ചെയ്യുന്നുണ്ടോ. ചില പാർട്സിലൊക്കെ തൊടുമ്പോ ചിലപ്പോ ചില ശരീരഭാഗങ്ങളിൽ തൊടുമ്പോ ചിലപ്പോ അവർക്ക് ദേ ആർ നോട്ട് ഫീലിംഗ്, ആ ഒരു സെൻസേഷൻ ഫീൽ ചെയ്യില്ല. മനസ്സിലായി? അതൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം. അപ്പൊ അത് നോക്കുന്നു. പിന്നെ കോർഡിനേഷൻ, പല കാര്യങ്ങളെയും എന്താ പറയാ എങ്ങനെയാണ് അവരെ ഏകോപിപ്പിച്ച് പറയുന്നത്, അവരെങ്ങനെ കോർഡിനേറ്റ് ചെയ്യും ചില കാര്യങ്ങൾ സംബന്ധിച്ച
ചില സിറ്റുവേഷൻസ് കൊടുത്തിട്ട് അതെങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് പറയുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കി. ഇതൊക്കെ ഒരു കോൺവെർസേഷനിലൂടെയും അതുപോലെ തന്നെ ഫിസിക്കൽ എക്സാമിനേഷനിലൂടെയാണ് ന്യൂറോളജിസ്റ്റ് കണ്ടെത്തുന്നത് വെദർ their nerve system is working properly. അവരുടെ നെർവ് സിസ്റ്റത്തിന് പ്രശ്നമൊന്നുമില്ല, അത് വർക്ക് ചെയ്യുന്നത് പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിലാണ്. അപ്പൊ ഈ രോഗിക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം എന്ന്. അല്ല, ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ പേഷ്യന്റിന്റെ വീഴ്ചകൾ ഉണ്ടെങ്കിൽ they can understand that there is a problem in their nerve system. സോ അവർക്ക് കണ്ടെത്താൻ സാധിക്കും എവിടെയാണ് പ്രശ്നം എന്നുള്ളതൊക്കെ. ആൻഡ് ഓൾസോ they also check their giant. Giant means നടത്തിയൊക്കെ നോക്കും. ഡോക്ടറുടെ മുമ്പിൽ തന്നെ വെച്ചിട്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടത്തി നോക്കും. അവിടെയും ഇവരുടെയും മൂവ്മെന്റ്, മസിൽസിന്റെയും ജോയിന്റ്സിന്റെയും ഒക്കെ മൂവ്മെന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻസ് ആർ കണ്ടക്ടഡ് ബൈ ദ ന്യൂറോളജിസ്റ്റ് ടു ചെക്ക് ദയർ നെർവ് സിസ്റ്റം. അവരുടെ നെർവ് സിസ്റ്റം എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ന്യൂറോളജിക്കൽ എക്സാമിനേഷൻസ് എല്ലാം തന്നെ ന്യൂറോളജിസ്റ്റ് അവരെ അവിടെ ഇരുത്തി ചെയ്തു നോക്കും. ഓക്കെ, ക്ലിയർ ആയോ? അത്രയും വരെ ഓരോ കാര്യം മനസ്സിലായോ? കോഗ്നിറ്റീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ട് ഒരു ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചെറിയ വലിയ മാത്തമാറ്റിക്കൽ പ്രോബ്ലം കൊടുത്തിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ആ ബുദ്ധി പരീക്ഷണമൊന്നുമല്ല കേട്ടോ. കോഗ്നിറ്റീവ് അതൊരു ചില കോമൺ സെൻസ് ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നിസ്സാരം ചില കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. അത് ചോദിക്കുന്നു, അതിന്റെ ആൻസേഴ്സ് അതെങ്ങനെയാ അവർ തരുന്നത്, അതുപോലെ തന്നെ മോട്ടോർ സ്ട്രെങ്ത് മനസ്സിലായില്ലേ? ഇതൊക്കെ സെൻസേഷൻ റിഫ്ലെക്സ് മനസ്സിലായോ? കോഓർഡിനേഷൻ മനസ്സിലായല്ലോ? ജൈഡ് മീൻസ് വാക്കിംഗ് ആണ്, നടത്തം. ആൻഡ് ഒരു കാര്യം എന്ന് പറയുന്നത് ന്യൂറോളജിസ്റ്റുകളല്ല ഈ ഒരു ഡിപ്പാർട്ട്മെന്റില് ദേ ആർ നോട്ട് പെർഫോമിംഗ് ദി സർജറി. സർജറി നടത്തുന്നത് ന്യൂറോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ന്യൂറോളജി വിഭാഗം കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ന്യൂറോളജിസ്റ്റ് എന്ന് വിളിക്കുക. പക്ഷെ ഇതിനകത്ത് സർജറി ഉണ്ടെങ്കിൽ ദേ ആർ നോട്ട് ഡൂയിങ്. ഇവരല്ല, ന്യൂറോളജിസ്റ്റുകളല്ല ഈ സർജറി കണ്ടക്ട് ചെയ്യുന്നത്. then who? പിന്നെ ആരാ? ഇവിടെ എന്തെങ്കിലും നമ്മുടെ നെർവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ബ്രെയിനോ അല്ലെങ്കിൽ സ്പൈനൽ കോർഡിനോ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ ചിലപ്പോൾ സർജറി ആവശ്യം വരും. നടത്തില്ല എന്നാണോ? ഇല്ല, നടത്തും. സോ ഇറ്റ്സ് ഡൺ ബൈ ന്യൂറോ സർജൻ. ആരാണ്? നമ്മളുടെ ഇത്തരം ഈ ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും തരത്തിൽ സർജറി ആവശ്യമുള്ള പേഷ്യൻസിനെ ഇറ്റ്സ് പ്രൊവൈഡഡ് ബൈ ന്യൂറോ സർജൻ. ന്യൂറോ സർജൻ ആണ് ഓപ്പറേഷൻസ്, സർജറീസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ സർജിക്കൽ ഇന്റർവെൻഷൻ ഈസ് ഡൺ ബൈ ന്യൂറോ സർജൻ. ന്യൂറോ സർജൻ ആയിരിക്കും ഈ ഒരു സർജറി കണ്ടക്ട് ചെയ്യുന്നത് ഈ ഡിപ്പാർട്ട്മെന്റിൽ. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായോ? ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കണം. എവറിത്തിങ് ഓക്കെ? ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ന്യൂറോളജി ഡീൽസ് വിത്ത് ഹ്യൂമൻ നെർവസ് സിസ്റ്റം. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടേഴ്സ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് എഴുതിയത്. ദിസ് മാറ്റണം അവിടുന്ന്. ഡോക്ടേഴ്സ് ഇൻ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് തന്നെ മാറ്റി വായിച്ച് എഴുതണോട്ടോ. അല്ലെങ്കിൽ പഠിക്കുമ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് തോന്നും. ഓക്കെ, ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ദ ഡോക്ടേഴ്സ് ഇൻ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ട്രീറ്റ് പേഷ്യൻസ് ഫോർ പ്രോബ്ലംസ് അഫക്റ്റിംഗ് ദെയർ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോർഡ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടത് കമ്പോണൻസ് ഓഫ് ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ. ഏതൊക്കെയാണ് ന്യൂറോളജിക്കൽ എക്സാമിനേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കമ്പോണൻസ്? ഏതൊക്കെയാ? അസസ്മെന്റ് ഓഫ് പേഷ്യൻസ് കോഗ്നിറ്റീവ് ഫങ്ഷൻ, മോട്ടോർ സ്ട്രെങ്ത്, സെൻസേഷൻ റിഫ്ലെക്സസ്, കോർഡിനേഷൻ ആൻഡ് ജൈറ്റ്. അതുവരെ. പിന്നെ അടുത്തത് അണ്ടർലൈൻ ചെയ്യേണ്ടത് എന്താ പറയാ, സർജറി നടത്തുന്ന ആളുടെ പേരാണ് കേട്ടോ. അപ്പോ എവിടെ സെന്റൻസ്? ഇഫ് വൺ ഓഫ് ദയർ പേഷ്യൻസ് requires surgery, they refer them to neurosurgeon. അങ്ങനെയൊന്നും പഠിക്കണമെന്നൊന്നുമില്ല. ന്യൂറോളജിയിൽ ആരാണ് സർജറി കോണ്ടാക്ട് ചെയ്യുന്ന ഡോക്ടർ അല്ലെങ്കിൽ ആരാണത് ചെയ്യുക? ന്യൂറോ സർജൻ ആണ്. അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇതേ സെന്റൻസ് തന്നെ ചിലപ്പോൾ അങ്ങനെ തന്നെ വരും, അതല്ല ചിലപ്പോൾ വളച്ചും തിരിച്ചൊക്കെ സെന്റൻസ് വേറെ രീതിയിലും ആക്കാലോ അല്ലെ? ഇത് വേറെ രീതിയിലായിരിക്കും. ഇഫ് വൺ ഓഫ് ദെയർ പേഷ്യൻസ് റിക്വയർ സർജറി, ഈ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഈ ന്യൂറോളജിസ്റ്റ് ആളുകൾക്ക്, ഡോക്ടർമാർക്ക് അവരുടെ പേഷ്യൻസിനെ ആർക്കെങ്കിലും സർജറി വേണമെങ്കിൽ അതാർക്ക് റെഫർ ചെയ്യുന്നു? ന്യൂറോ സർജന് റെഫർ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ ചോദിക്കാം അല്ലെ? ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ ആരാണ് സർജറീസ് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ ചോദിക്കാലോ. ഞാൻ പറഞ്ഞു മാത്രം, ജസ്റ്റ് അപ്പൊ അണ്ടർലൈൻ ചെയ്തോ? ക്ലിയർ ആണല്ലോ? അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോട്ടെ.
യെസ്. അടുത്തത് നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ന്യൂറോളജിയും നെഫ്രോളജിയും തമ്മിൽ നമ്മള് ക്ലാഷ് ആക്കരുത് കേട്ടോ, തമ്മിൽ എന്താ പറയാ മിക്സ് ചെയ്യരുത്. ന്യൂറോളജി നെർവസ് സിസ്റ്റം ആണ്, നെഫ്രോളജി നെഫ്രോളജി ഏതാ? It is the department which deals with our diagnosis and treat the diseases which affect our kidney. നമ്മുടെ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. കിഡ്നിക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ട്, അത് ഡയഗ്നോസിസ് ചെയ്ത് അതിന് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് കിഡ്നിയെ സംബന്ധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് എന്താ പറയാ ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് ഓൾസോ ഇനി അടുത്തത് എന്താ, ഇതിനകത്ത് ഇൻക്ലൂഡിങ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്. ഈ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളുടെ ശരീരത്തില് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്നോ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്നോ നമുക്ക് വേണമെങ്കിൽ പറയാം. രണ്ടും ഒന്ന് തന്നെ. ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ ഇംബാലൻസ് എന്ന് വെച്ചാൽ എന്താ, തുല്യമല്ലാത്ത അവസ്ഥ അല്ലെ, തുല്യമല്ലാത്ത അവസ്ഥയാണ് നമ്മൾ ഇംബാലൻസ് എന്ന് വിളിക്കാം. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we need in our body, it needs an average content of vitamins, minerals, proteins, everything, fat, cholesterol, sugar, അല്ലെ, ഇതെല്ലാം ഒരു ആവറേജ് ലെവലിൽ ഒരു നിശ്ചിത അളവിലാണ് എല്ലാവരുടെയും ശരീരത്തിൽ ഇത് വേണ്ടത് അല്ലെ. ഷുഗർ കണ്ടന്റ്, അതുപോലെ തന്നെ വാട്ടർ കണ്ടന്റ്, അതുപോലെ വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, കാൽഷ്യം, ഇതൊക്കെ വേണ്ട ഒരളവുണ്ട്, ഒരു നിശ്ചിത അളവുണ്ട്. നമ്മൾ പോയി ടെസ്റ്റ് ചെയ്യൂലേ, നമുക്ക് ഷുഗർ ഉണ്ടോ, അല്ലെങ്കിൽ പ്രഷർ ഉണ്ടോ, അല്ലെങ്കിൽ തൈറോയിഡ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകും. ഇത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാ? ഇഫ് വി ഫീൽ സം ഡിസ്റ്റർബൻസ്, നമ്മളുടെ എന്താ പറയാ ശരീരത്തിന് ചിലപ്പോൾ ചില സമയത്ത് ചില സുഖക്കുറവ് ഏതെങ്കിലും രീതിയിൽ നമുക്ക് തോന്നുമ്പോ അല്ലെ, ഇപ്പൊ ഷുഗർ ഉണ്ടെന്നുള്ളതിന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ പോലെയൊക്കെ വരും ചില ആളുകൾക്ക്. അപ്പൊ അതൊക്കെ ഉണ്ടെന്ന് നമുക്കൊരു ഫീല് വരുമ്പോഴാണ് വി ആർ ഗോയിങ് ടു ചെക്ക് ഇറ്റ്. നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പൊ കണ്ടെത്താൻ സാധിക്കും ചിലപ്പോൾ ഷുഗറിന്റെ ലെവല് ഭയങ്കര ഹൈ ആണ്, കൂടുതല്, അല്ലെങ്കിൽ തീരെ ഇല്ല ഷുഗർ. രണ്ടും പ്രശ്നമാണ്. ഓ, ഷുഗർ ഒട്ടുമില്ല, എനിക്ക് നല്ല സുഖമായി, എനിക്ക് ഷുഗർ ഇല്ലല്ലോ, അപ്പൊ ഇനി എന്ത് വേണം, അങ്ങനെയാണോ? അല്ല, ഷുഗർ ഇല്ല എന്ന് പറയുന്നതും ഒരു ഇറ്റ്സ് നമ്മുടെ ബോഡിക്ക് ശരിയായ ഒരു ഇതല്ല. എല്ലാത്തിനും ഒരു കണ്ടന്റ് എന്തോരം വേണം എന്നുള്ളതിനൊരു നിശ്ചിത അളവുണ്ട്. അത് ഓരോ ഏജ് അനുസരിച്ച് ഓരോ വ്യക്തിയുടെയും ബോഡിയിൽ ഇത്ര വേണമെന്ന് ഉണ്ട്. അതിന്റെയൊക്കെ ചാർട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല. പക്ഷെ ഇതൊക്കെ ഓൾറെഡി വേണം ഇത്രയൊക്കെ. ഇത് ആവശ്യത്തിന് ഇല്ലാതെ വരികയോ അഡക്വേറ്റ് ആയിട്ട് ഇല്ലാതെ വരികയോ, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എക്സസ് ഓൾസോ, കൂടുതലാണെങ്കിലോ അധികമാണെങ്കിലോ, ബോത്ത് ആർ പ്രോബ്ലംസ്, രണ്ടും പ്രശ്നമാണ് അല്ലെ. അതുപോലെ തന്നെ ഒരു സാധനമാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. നൗ അവർ ബോഡി നീഡ്സ് സം മിനറൽസ്. നമ്മുടെ ബോഡിയുടെ പല പ്രവർത്തനങ്ങൾക്കും ഫങ്ഷൻസിനും പ്രോട്ടീൻസും മിനറൽസും ഒക്കെ വേണം. അപ്പൊ മിനറൽസും ആവശ്യത്തിന് വേണം എന്നാണ്. പക്ഷേ എന്താ പറയാ, ചില ആളുകളില് there may not be adequate minerals or some people may have excess of minerals. ചില ആളുകളുടെ ശരീരത്തിൽ കൂടുതൽ മിനറൽസിന്റെ അളവ്, ചില ആളുകളുടെ ശരീരത്തിൽ മിനറൽസ് ഒട്ടും ഇല്ല, ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആ ഒരു എന്താ പറയാ ബാലൻസിങ് കുറവിനെയാണ് നമ്മൾ ഇത് വിളിക്കുക ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് വിളിക്കുക. പക്ഷെ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി എ സൈൻ ഓഫ് കിഡ്നി ഡിസീസ്. അതൊരു എന്താ പറയാ കിഡ്നി അസുഖത്തിന്റെ, കിഡ്നി സംബന്ധമായ അസുഖത്തിന്റെ എന്തെങ്കിലും തരത്തിലുള്ള അടയാളങ്ങളായിരിക്കാം. ഇങ്ങനെ മിനറൽസ് അധികമായി പോവുകയോ കുറഞ്ഞു പോവുകയോ അതൊക്കെ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ട്രീറ്റ് ചെയ്യുന്നത് നമ്മളുടെ കിഡ്നി സംബന്ധമായിട്ടായതുകൊണ്ട് ഇറ്റ്സ് ട്രീറ്റഡ് എവിടെ, ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. എന്താണ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് മനസ്സിലായോ? It is a situation in which we have too much or not enough minerals in our body. നമ്മുടെ ശരീരത്തില് മിനറൽസിന്റെ അളവ് കൂടുതലാവുകയോ ഒട്ടും തന്നെ ഇല്ലാതിരിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ. ക്ലിയർ? മനസ്സിലായ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയാം. മൂവ് ചെയ്ത് അടുത്ത ഭാഗത്തോട്ടൊക്കെ പോയി കഴിയുമ്പോ അയ്യോ അതെന്തായിരുന്നു എന്ന് ഞാൻ വേണമെങ്കിൽ എഴുതി തരാം. എഴുതി തരണം. ഇന്നത്തെ പഠിത്തം കഴിഞ്ഞിട്ട് മീൻസ് നമ്മൾ എടുക്കുന്ന അത്രയും ഒന്ന് ടോപ്പിക് തീർന്നിട്ട് കേൾക്കണില്ല ആരും, ആരും റെസ്പോണ്ട് ചെയ്യണില്ല. ഇവിടെ നമ്മൾ ഡൗണായി പോകുന്ന ഒരവസ്ഥ. ഒരു എസ്സോ നോയോ എന്തെങ്കിലും പറയാം, ഒന്നുകൂടി പറയണം. ഓക്കെ, ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് അല്ലേ പറയണ്ടേ? ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഞാൻ വെറുതെ കുറച്ച് കാര്യം പറഞ്ഞു എന്നുള്ളൂ. നമ്മുടെ ശരീരത്തിലെ എല്ലാ
എല്ലാ സാധനവും എന്ത് ഉണ്ടെങ്കിലും ഷുഗറും വൈറ്റമിനും അതുപോലെ തന്നെ പ്രോട്ടീന്, കാൽഷ്യം, ഇത് തൈറോയിഡ്, ഇതൊക്കെ ആവശ്യത്തിന് വേണം. അതിന് ആവശ്യം എന്ന് പറയുന്ന ഒരു നോർമൽ ഒരു ക്വാണ്ടിറ്റി എല്ലാത്തിന്റെ ആവശ്യമുണ്ട്. പ്രോട്ടീൻ കുറഞ്ഞു പോകുന്നു, കാൽഷ്യം കുറഞ്ഞു പോകുന്നു, ഇതൊക്കെ അസുഖങ്ങളായി മാറും. ഷുഗർ കുറഞ്ഞു പോകുന്നു, ഷുഗർ കൂടി പോകുന്നു, അല്ലെ? ജലത്തിന്റെ അളവ്, വാട്ടറിന്റെ അളവ് ചില ആളുകളുടെ ശരീരത്തിൽ കൂടി പോകുന്നു, അത് തീരെ ഇല്ലാതെ വരുന്നു. ഇതൊക്കെ പ്രശ്നമാണ്. അതുപോലെയുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് മിനറൽസ് ഉണ്ടാകാതിരിക്കുക, അല്ലെങ്കിൽ മിനറൽസിന്റെ അളവ് കൂടിയിരിക്കുക. ഇനഫ് ആയിട്ടില്ലെങ്കിലും എക്സസ് ആയിട്ടുണ്ടെങ്കിലും രണ്ടും ഇത് എന്താ പറയാ പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് വെച്ചാൽ ഇലക്ട്രോലൈറ്റ് ബാലൻസിങ് ആയിട്ടില്ല, മിനറൽസിന്റെ അളവ് ബാലൻസ്ഡ് അല്ല. ഭയങ്കര കൂടിപ്പോയിരിക്കുന്നു, ചിലരിൽ കുറഞ്ഞു പോയിരിക്കുന്നു. ഇത് രണ്ടും ബാലൻസ്ഡ് അല്ലാതിരിക്കുന്ന ഒരവസ്ഥ, അതിനെയാണ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് വിളിക്കുക. അപ്പൊ ക്ലിയർ ആയോ? ചിത്രയാണ് തോന്നുന്നു ചോദിച്ചേ, അല്ലേ? ചിത്രയല്ലേ? ക്ലിയർ ആണോ പറഞ്ഞത്? യെസ്, ഓക്കെ. സോ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞത് ട്രീറ്റ് ചെയ്യുന്നത്, കാരണം ഈ പറയുന്ന സംഭവം മിനറൽസിന്റെ അളവ് കൂടുകയോ കുറയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അതും നമ്മുടെ കിഡ്നി ഡിസീസിനെ ബാധിക്കാം, കിഡ്നിയെ ബാധിക്കാം, ചില രോഗങ്ങളായിട്ട് മാറാം. അതുകൊണ്ടാണ് അതൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ കണ്ടെത്തി ചികിത്സിച്ച് മാറ്റണം, അല്ലെങ്കിൽ കിഡ്നിയൊക്കെ അഫക്ട് ചെയ്യും. പിന്നെ ഹൈപ്പർ ടെൻഷൻ കേട്ടിട്ടുണ്ടോ? എന്താ ഹൈപ്പർ ടെൻഷൻ? ഉയർന്ന രക്തസമ്മർദ്ദമാണ്, അല്ലെ? BP, ബ്ലഡ് പ്രഷറിന്റെ അളവ് ഭയങ്കരമായിട്ട് കൂടിപ്പോകുന്ന ഒരു അവസ്ഥ. അപ്പൊ അതും ട്രീറ്റ് ചെയ്യുന്നത് നമ്മളുടെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്. അപ്പൊ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസും ഹൈപ്പർ ടെൻഷൻ ഉൾപ്പെടെ കിഡ്നിയെ എഫക്ട് ചെയ്യുന്ന എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്, ഡയഗ്നോസിസ് ഒക്കെ നടത്തി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് എന്നാണ് ആ സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്ലൂഡ്സ് റിനാൽ റിപ്ലേസ്മെന്റ് തെറാപ്പി. നമ്മുടെ റിനാൽ റിപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറഞ്ഞാൽ കിഡ്നി റീപ്ലേസ്മെന്റ് തെറാപ്പി. കിഡ്നിയൊക്കെ മാറ്റി വെക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ചില ആളുകളുടെ കിഡ്നീസ് രണ്ടെണ്ണമാണ് നമുക്ക് ആകെ ഉള്ളത്. അതില് രണ്ടും ഫങ്ഷൻ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ വി ഹാവ് ടു റീപ്ലേസ് വൺ. രണ്ടെണ്ണവും ഒപ്പം ഒരെണ്ണം മാത്രം ഉണ്ടെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ കുഴപ്പമില്ല. പക്ഷെ രണ്ടും പ്രവർത്തന രഹിതമായി കഴിഞ്ഞാൽ വി ഹാവ് ടു റീപ്ലേസ് വൺ. ഒരെണ്ണം നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് മാത്രമല്ല, ഇൻക്ലൂഡിങ് ഈ പറയുന്ന സാധനത്തിനകത്താണ് ഡയാലിസിസ് ഒക്കെ വരുന്നത്. മാത്രമല്ല ട്രാൻസ്പ്ലാന്റേഷൻ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ഡയാലിസിസ് ചെയ്യുക. കിഡ്നി ആണല്ലോ നമ്മളുടെ ബ്ലഡിനെയൊക്കെ പ്യൂരിഫൈ ചെയ്യാനുള്ള ഒരു ഇതൊക്കെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇത് ശരിയായി ഫങ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് പറ്റും? അപ്പൊ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. സോ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് അത് ചെയ്യേണ്ടി വരും. അതാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. അതൊക്കെ ചെയ്യുന്നത് നെഫ്രോളജിസ്റ്റുകളാണ്. ഓക്കെ, അപ്പൊ റിനൽ റിപ്ലേസ്മെന്റ് തെറാപ്പി, ഡയാലിസിസ്, ട്രാൻസ്പ്ലാന്റേഷൻ ഇതെല്ലാം ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ നെഫ്രോളജിസ്റ്റ്. മനസ്സിലായോ? ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാം അവിടെ. ഞാൻ പറയാം, മറന്നുപോകാതിരിക്കാൻ വേണ്ടി പറയാം. ഓക്കെ, ഒന്ന് എഴുതിക്കോ, പെട്ടെന്ന് എഴുതിക്കോ കേട്ടോ, സമയം പോകും അല്ലെങ്കിൽ. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാണോ നിങ്ങൾ എഴുതുന്നതെന്ന് വെച്ചാൽ ആ വേർഡിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യാം, അല്ലെങ്കിൽ നോട്ടിലാണെങ്കിൽ നോട്ടിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഇറ്റ് ഒക്കേഴ്സ് OCCURS, അതായത് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ഒക്കർ ചെയ്യുന്നത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? when too much, TOO, too much or not enough, ആവശ്യത്തിന് ഇല്ലാത്തത്. ENOUGH, not enough of certain minerals in our body. നമ്മുടെ ശരീരത്തിലെ ആവശ്യത്തിന് ചില മിനറൽസ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മിനറൽസിന്റെ അളവ് കൂടുതലായത് കൊണ്ടോ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. മിനറൽസ് എന്ന് പറയുമ്പോൾ സോഡിയം, പൊട്ടാസ്യം ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ചില മിനറൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് സോഡിയം വരാം, സോഡിയത്തിന്റെ അളവ് കൂടി പോവുക, കുറഞ്ഞു പോവുക, പൊട്ടാസ്യത്തിന്റെ അളവ് കൂടി പോവുക, കുറഞ്ഞു പോവുക, ഇതൊക്കെ തന്നെ. നെക്സ്റ്റ് ബ്ലഡ് പ്രഷർ ആണ് കേട്ടോ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബ്ലഡ് പ്രഷർ വേണമെങ്കിൽ അതിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ട് അതിന്റെ മുകളിലൊന്ന് എഴുതി വെച്ചേക്ക്. ബ്ലഡ് പ്രഷർ പറഞ്ഞോട്ടെ. അടുത്ത ഡിപ്പാർട്ട്മെന്റ്
Okay. Yes, moving to the next department, it is nuclear medicine. അടുത്തത് nuclear medicine ആണ്. Nuclear medicine എന്ന് പറയുമ്പോൾ ഇറ്റ്സ് മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയാം. അതൊരു മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക് ആണ്. മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഇന്റേണൽ ഓർഗൻസിന് we have to if you have to diagnosis and also ascertain the severity of certain diseases, നമ്മുടെ ചില അസുഖങ്ങളുടെ ഗാഠത അല്ലെങ്കിൽ തീവ്രത അല്ലെങ്കിൽ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടേ. ഇപ്പൊ ഉദാഹരണത്തിന് ചിലപ്പോ ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ്, ഈ ക്യാൻസർ ഒക്കെ വന്നു കഴിയുമ്പോൾ അത് ഏത് സ്റ്റേജിലേക്ക് എത്തി, അത് പല സ്റ്റേജ് ഉണ്ട് അതിന്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, സിക്സ്ത് സ്റ്റേജ് ഒക്കെ ആകുമ്പോഴേക്കും ആണെങ്കിൽ ഒരു ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ എന്ന് വെച്ചാൽ ചിലപ്പോ we not have the chance to എന്താ പറയാ bring them back to life. ചിലപ്പോ അവരെ നമുക്ക് ഇങ്ങനെ വെറുതെ ഒരു റിലീഫ് കൊടുത്ത് കിടത്താന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം മോശം സ്റ്റേജിലായി ലാസ്റ്റ് സ്റ്റേജിലൊക്കെ വന്നു കഴിയുമ്പോൾ കണ്ടീഷൻ ഭയങ്കര മോശമായതാണ്. തിരിച്ച് നമുക്ക് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചാൻസ് പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ ആ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് ഏതൊക്കെ രീതി എത്രത്തോളം ഗൗരവം വരെ ക്യാൻസർ ആണ് എന്നുള്ളതും മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അതൊക്കെ ഇന്റേണൽ ആണല്ല, ഉള്ളിലുള്ളത്. പുറമെ കൂടി നോക്കിയാൽ കാണില്ല, അവർക്ക് മനസ്സിലാവും. അപ്പൊ ഈ ഉള്ളിലുള്ളതിനൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും? പണ്ടൊക്കെ എന്ന് വെച്ചാൽ വളരെ പണ്ടൊക്കെ ഈ ഉള്ളിലുള്ള അസുഖങ്ങളൊക്കെ അധികം കുറവായിരുന്നു, വലിയ അസുഖങ്ങളും. കാരണം നമ്മള് എന്താ പറയാ ഉണ്ടാക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ കഴിക്കുന്നത് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നു, അല്ലെ, സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നു, ആ ഉണ്ടാക്കിയത് നമ്മൾ പാകം ചെയ്ത് കഴിക്കുന്നു. നമ്മൾ എടുക്കുന്ന ഫുഡിന്റെ കലോറി മുഴുവൻ നമ്മൾ ബേൺ ചെയ്ത് നമ്മുടെ ജോലിയിലൂടെ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെ ബേൺ ചെയ്ത് കളയുന്നു. രോഗങ്ങളുടെ അളവുകളൊക്കെ കുറവായിരുന്നു, രോഗങ്ങളുടെ ടൈപ്സും കുറവായിരുന്നു. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വി ഡിപ്പെൻഡ് അപ്പോൺ ഫാസ്റ്റ് ഫുഡ് ആൻഡ് ഓൾസോ ജങ്ക് ഫുഡ്. നമ്മൾ ഒരുപാട് ഈ പറയുന്ന ഫാസ്റ്റ് ഫുഡിനെ ജങ്ക് ഫുഡിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടും ആൻഡ് ഓൾസോ വി ആർ നോട്ട് ഹാവിങ് എനി ഫിസിക്കൽ ആക്ടിവിറ്റീസ്. നമ്മൾ ശാരീരികമായിട്ടുള്ള അധ്വാനം അധികം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇത് പറയാമല്ലോ. അപ്പൊ അതൊക്കെ ഇല്ലാത്തത് കൊണ്ടും പല തരത്തിലുള്ള രോഗങ്ങൾ നമുക്കൊക്കെ ഉള്ളിലൊക്കെ ഉണ്ടാവും, അല്ലെ. നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വരുമ്പോ അതിനു വേണ്ടി പരിശോധനയ്ക്ക് പോകുമ്പോഴായിരിക്കും അയ്യോ ഇത്രയും വലിയ അസുഖമൊക്കെ ഉണ്ടെന്ന് ചിലപ്പോ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഇന്റേണൽ ഓർഗൻസിനെ ബാധിക്കുന്ന അസുഖങ്ങളൊക്കെ കണ്ടെത്തുന്നത് പണ്ടൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ വലിയ വലിയ ഓപ്പറേഷൻ ചെയ്തിട്ടാ, അല്ലെ. ഇപ്പൊ ഹാർട്ടിന് എന്തെങ്കിലും ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്ത് ഇതിങ്ങനെ തുറന്നൊക്കെ വെച്ചിട്ട് ഓപ്പൺ സർജറി ഒക്കെ നടത്തണം. വയറിനകത്ത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ അതും പറയുന്നുണ്ട്, അല്ലെ. വയറിനകത്തുള്ള എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അതും തുറന്നിങ്ങനെ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട്. പക്ഷേ ഇന്ന് ടെക്നോളജി ആകെ മാറി, അല്ലെ. ആൻഡ് ഓൾസോ ഇന്നോവേഷൻസ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ ഇമേജിംഗ് ടെക്നിക്ക്, എവിടെയാണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ശരീരത്തിനകത്തേക്ക് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഫാർമാസ്യൂട്ടിക്കൽസ്, റേഡിയോ ആക്റ്റീവ് ഫാർമാസ്യൂട്ടിക്കൽസ് എന്ന് പറയുമ്പോൾ എന്താ പറയാ നല്ല എന്താ പറയാ ന്യൂക്ലിയർ മെഡിസിൻ അത് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ന്യൂക്ലിയർ മെഡിസിൻ പോലെയുള്ള ഹൈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്സിനെയൊക്കെ എന്ത് ചെയ്യുന്നു? ശരീരത്തിലേക്ക് കടത്തിവിടും. അപ്പൊ അത് ഇങ്ങനെ പോയിട്ട് എന്താ പറയാ അത് പോയി കണ്ടുപിടിച്ച് എവിടെയാണ് അസുഖം അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് അസുഖം നമുക്ക് കണ്ടുപിടിക്കാം. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്ക്രീനില്, കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലൊക്കെ അത് എന്താ പറയാ അതിന്റെ ഇമേജ് കണ്ടുപിടിച്ച് എവിടെയാണ് പ്രശ്നം, എവിടെ നിന്നാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചികിത്സ തുടങ്ങേണ്ടതെന്നൊക്കെ ഡിറ്റക്ട് ചെയ്യാനാണ്. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന മെഡിസിൻ ആണ് റേഡിയോ ഫാർമാസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് യൂസസ് ന്യൂക്ലിയർ മെഡിസിൻ ആണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇപ്പൊ ഹൈപ്പർ തൈറോയിഡിസം, അതുപോലെ തന്നെ തൈറോയിഡ് ക്യാൻസർ, ഓൾ ദീസ് തിങ്സ് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ ലിംഫോമാസ്, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ലിംഫോമാസ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബ്ലഡ് ക്യാൻസർ, അല്ലെ. അപ്പൊ ബ്ലഡ് ക്യാൻസർ ആണ് ലിംഫോമാസ്. പിന്നെ ബോൺ പെയിൻസ്, അസ്ഥി ഭയങ്കര ഇടയ്ക്കിടയ്ക്കൊക്കെ ഏതെങ്കിലും കയ്യിലെ കാലിന്റെ അസ്ഥി സ്ഥിരമായിട്ട് എന്ത് മരുന്ന് പെയിൻ കില്ലേഴ്സ് കഴിച്ചാൽ താൽക്കാലികമായ റിലീഫ്, പിന്നീട് കുറച്ചേരം ഒരു മണിക്കൂർ 2 മണിക്കൂർ ഗെയിൻ നമ്മളത് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് വെച്ച് സ്വയം ചികിത്സിച്ചൊക്കെ ചിലപ്പോ ഇത് മേ ബി എ സിംറ്റം ഓഫ് സം അതർ ഡിസീസസ് മനസ്സിലാക്കാതെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് കിട്ടുന്ന പെയിൻ കില്ലർ, ഇവിടെ നിന്ന് കിട്ടുന്ന പെയിൻ കില്ലറും, അവര് പറയുന്നു ആ റിലീഫ് കിട്ടും, ഇവര് പറയുന്നു ഈ റിലീഫ് കിട്ടും എന്ന് പറഞ്ഞ് കുറെ ആഡ് കണ്ടിട്ട് വാങ്ങിച്ചു കൂട്ടി കുറെ ഇരുന്ന് തടങ്ങി അങ്ങനെയൊക്കെ. പക്ഷേ ഇതൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ ശരിയായി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇന്റേണൽ ഓർഗൻസിന്റെ ഈ പറയുന്ന ഇമേജിംഗ് നോക്കിയിട്ടാണ് ഡോക്ടേഴ്സ് അത് കണ്ടെത്തുക. സോ ദേ ഹാവ് ടു മേക്ക് സം സ്റ്റഡീസ് അക്കോർഡിംഗ് ടു ദം. അതനുസരിച്ച് അവരതിന് എന്ത് ചെയ്യുന്നു? ഈ ഇമേജിങ്ങൾ കണ്ടെത്തി അതിനുവേണ്ടി അവർ ആ ട്രാക്ക് ഏതാണ്, ഏതൊരു ഇതിലേക്കുള്ള പെയിനിലൊക്കെ എന്താ പറയാ ഈ ക്യാമറാസ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണിത്.
എന്താ പറയാ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ഒരു സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ക്യാമറാസ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഈ ന്യൂക്ലിയർ മെഡിസിനിൽ. എന്നാലല്ലേ ഇത് നമ്മുടെ വെയിനിൽ കൂടി ഇൻട്രാവെയിനിൽ കൂടിയൊക്കെ വെയിനിൽ കൂടിയൊക്കെ കടത്തി വിട്ടിട്ട് ഒരു ഇഞ്ചക്ഷൻ പോലെ കടത്തി വിട്ടിട്ട് ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ പോയി നോക്കട്ടെ എന്ന് വെച്ചാൽ അതിങ്ങനെ പോയി ഡിറ്റക്ട് ചെയ്ത് ട്രാക്ക് ചെയ്ത് എവിടെയും അസുഖങ്ങളൊക്കെ കണ്ടുപിടിച്ച് വരുന്നു. അപ്പൊ നമുക്കിത് ഈ ഇവിടെ കാണാം. ഇതിങ്ങനെ കടന്നു പോകുമ്പോൾ അത് നമ്മുടെ ഏതാ കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. കണക്ട് ചെയ്തിട്ടാണ് ഇവർ ഇങ്ങനെ ഇട്ടത്, ഇങ്ങനെ ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ചെയ്ത് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഇതുപോലെ നോക്കിയിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾക്ക് തന്നെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ചില കുട്ടികൾക്കൊക്കെ ഈ മൂക്കില് ദശ വളരുക, മൂക്ക് എന്താ പറയാ ഒരു ചെറിയ വളവ് ഇങ്ങനെ ഒരു ഇതുപോലെ തോന്നുക, ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഇങ്ങനെ ഒരു സംഭവം കടത്തും. അപ്പൊ അവര് അധികം അകത്തേക്കൊന്നും കട്ടണ്ട. അവിടെ എത്തിക്കഴിയുമ്പോൾ ഏകദേശം ഒരു നമ്മുടെ തൊണ്ടയുടെ ഈ അറ്റം വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എങ്ങനെയാണല്ലേ നമ്മൾ ഇതിൽ കൂടി നോക്കിയിട്ടല്ല, നമ്മളൊക്കെ സ്ക്രീനിലാണ് കാണിച്ചത്. ഇത് ഓൾറെഡി ഇവിടെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ അത് പോയിട്ട് ആ ആക്റ്റീവ് ആയിട്ടുള്ള റേ ആണ് കടത്തിവിടുന്നത്. അപ്പൊ റേ പോകുമ്പോ പ്രകാശം കാണുമ്പോൾ ഈ ക്യാമറയിൽ കൂടി അത് എന്ത് ചെയ്യുന്നു, ഡിറ്റക്ട് ചെയ്തെടുത്ത് നമുക്ക് ഇമേജസ് ആയിട്ട് നമ്മുടെ മോണിറ്ററിൽ കിട്ടും. സോ അത് നമുക്ക് അവിടെ കാണാം. ഇവിടെ വരെ അതിന്റെ സംഭവം അത് കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ അങ്ങോട്ട് ഒരു വളവാണല്ലോ, അപ്പൊ ഉള്ളിലേക്ക് ഇട്ടിട്ടില്ല, അവിടെ വരെയൊക്കെ കാണാൻ പറ്റൂല. ഏകദേശം മൂക്കിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെക്കുന്നു, അധികം അകത്തേക്ക് കടത്തിയിട്ടില്ല. അതുകൊണ്ട് മനസ്സിലായോ? അപ്പൊ ഇതുപോലെ ഈ പറയുന്ന ഒത്തിരി സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ക്യാമറാസ് പല നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലേക്ക് ഡിസീസസോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ആധുനികമായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് ഒരുപാട് എന്താ പറയാ ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി മാത്രമല്ല ഇതിനു വേണ്ടിയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഇതൊരു സ്കാനിങ് ടെക്നിക്സ് ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. സ്കാൻ ചെയ്യുന്നതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഇതൊക്കെ റേഡിയേഷൻ ആണ് കടത്തിവിടുന്നത്. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്സ് കടത്തിവിട്ടിട്ടാണ് ഇതെല്ലാം ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പൊ അത് ഒരു സ്കാനിങ് രീതി കൂടിയാണ്. അതിനു വേണ്ടിയിട്ട് ഏറ്റവും എന്താ പറയാ ആധുനികമായിട്ടുള്ള 2 സ്കാൻ മൊഡാലിറ്റീസ് കോമൺ ആയിട്ട് ഇന്ന് യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ മെഡിസിനിൽ പറഞ്ഞിരുന്ന പേര് സ്പെക്ട് ആൻഡ് പെറ്റ്. സ്പെക്റ്റും പെറ്റും അങ്ങനെ ഉപയോഗിക്കുന്ന 2 സ്കാൻസ് ആണ്. അത് ഏറ്റവും ആധുനികപരമായിട്ട് നമ്മുടെ ന്യൂക്ലിയർ മെഡിസിനിൽ ഉപയോഗിക്കുന്ന 2 സ്കാനിങ് രീതികളാണ്. ഏതൊക്കെയാണത്? സ്പെക്ട് ആൻഡ് പെറ്റ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം? സിംഗിൾ പ്രോട്ടോൺ എമിഷൻ ടോമോഗ്രഫി, കമ്പ്യൂട്ടഡ് ടോമോഗ്രഫിയും അതുപോലെ തന്നെ പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫിയും. ഏതൊക്കെയാണ്? സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി, ദാറ്റ് ഈസ് ഫോർ സ്പെക്ട് ആൻഡ് പെറ്റ്. പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫിയും ആധുനികമായി ഉപയോഗിക്കുന്ന 2 മൊഡാലിറ്റീസ് ഓഫ് സ്കാൻ ആണ്. മനസ്സിലായോ? എനി ഡൗട്ട്? ഇന്റേണൽ ഓർഗൻസിനെ ബാധിക്കുന്ന എന്ത് അസുഖങ്ങളും നമുക്ക് ഈ ഒരു ന്യൂക്ലിയർ മെഡിസിനിലൂടെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതിനുപയോഗിക്കുന്ന 2 ആ സാധനത്തിന്റെ പേര് മറക്കണ്ട. മനസ്സിലായോ? പിന്നെ ഏതൊക്കെ രോഗങ്ങൾക്ക് നമുക്ക് ഇങ്ങനെ ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യാനും അതുപോലെ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാനും പറ്റും എന്നുള്ളതും അവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയോ? പറയേ. യെസ്, നിങ്ങൾ മിണ്ടിയാലേ എനിക്ക് അടുത്ത കാര്യം പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ. ന്യൂക്ലിയർ മെഡിസിൻ ഈസ് എ ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ദാറ്റ് യൂസസ് small amount of radioactive material to diagnosis and ascertain the severity or treat a variety of diseases. Variety of diseases. And diseases ന്റെ കുറച്ച് പേര് പറയുന്നുണ്ട് കേട്ടോ. Including cancer, heart disease, gastrointestinal disease, endocrine systemത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, ഏത് രീതിയിലും നമ്മുടെ ശരീരത്തിന്റെ അകത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒക്കെ അബ്നോർമാലിറ്റീസ് വിതിൻ ദ ബോഡിക്ക് അകത്ത് എന്ത് അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിലും അതിനെയൊക്കെ ഡിറ്റക്ട് ചെയ്യുക, പോയി കണ്ടുപിടിച്ചിട്ട് അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കാം. ഓക്കെ, 2 ഉപയോഗിക്കും. ഓക്കെ, ന്യൂക്ലിയർ മെഡിസിൻ ആണ് അതിനുവേണ്ടി ഉപയോഗിക്കാം. ഇനി അതിന് എക്സാമ്പിൾസ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റില് എന്താ പറയാ നമ്മള് എക്സാമിൻ ചെയ്യുന്ന ചില രോഗങ്ങളുടെ പേരുകളും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അണ്ടർലൈൻ ചെയ്യാട്ടാ. ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പറും ഉണ്ട്, പിന്നെ കൂടി ഉണ്ടല്ല തൈറോയിഡിസം. ഏതൊക്കെ ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടൊക്കെ ഉണ്ടാവും, എല്ലാവരും കേട്ടിട്ടുണ്ട് ഇല്ലേ? ഹൈപ്പർ തൈറോയിഡിസവും ഉണ്ട്, പിന്നെ എന്താ ഒരു കൂടി ഉണ്ടല്ല ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട് അല്ലെ? കോമൺ ഒരു അസുഖമാണ് ഇപ്പൊ
മോസ്റ്റ് ഓഫ് ദ ലേഡീസിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. പക്ഷെ ഇപ്പൊ ആണുങ്ങളിലും ഉണ്ട് കേട്ടോ, കേൾക്കുന്നുണ്ട് അല്ലെ. ഹൈപ്പർ തൈറോയിഡിസവും ഹൈപ്പോ തൈറോയിഡിസവും ഉണ്ട്. ഹൈപ്പർ എന്താ? ഹൈപ്പർ ഹൈപ്പർ ഏതായിരിക്കും എന്ന് പറഞ്ഞേ. തൈറോയിഡിന്റെ ഇത് കൂടുതലുള്ളതാണോ കുറവുള്ളതാണോ? ഹൈപ്പർ കൂടുതലാണോ കുറവുള്ളതാണോ? കൂടുതലുള്ളതാണ്. അതെ, കൂടുതൽ. ഹൈപ്പർ ദാറ്റ് മീൻസ് തൈറോയിഡ് ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസസ് മോർ തൈറോയിഡ് ഹോർമോൺസ്. അതായത് തൈറോയിഡ് ഗ്രന്ഥികൾ കൂടുതൽ തൈറോയിഡ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അവസ്ഥ. ദാറ്റ് ഇസ് കോൾഡ് ഹൈപ്പർ തൈറോയിഡിസം. ഇതിന്റെ ഒരു ലക്ഷണങ്ങൾ പറയാമോ? ഹൈപ്പർ തൈറോയിഡിസം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാകുക? അതുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഹൈപ്പോ ഉണ്ട്. ഹൈപ്പോ എന്ന് പറയുമ്പോൾ തൈറോയിഡ് കുറവാണ്. അതും മനസ്സിലാക്കാനായിട്ട് ഉണ്ട്. ചില ഡോക്ടേഴ്സ് തന്നെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചില പേഷ്യൻസ് ഒക്കെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ചെല്ലുമ്പോഴൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണേ, ചെല്ലുമ്പോഴായിരിക്കും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ചിലപ്പോ നമ്മുടെ ബോഡിയുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് കണ്ടിട്ട് ചിലപ്പോൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഹൈപ്പർ തൈറോയിഡിസം വന്നു കഴിഞ്ഞാൽ എന്താണ്? വെയിറ്റ് ലോസ് ഉണ്ടാകുക. വെയിറ്റ് ലോസ്, വണ്ണം കുറയലാണ് അല്ലെ? അതെ, ഹൈപ്പോ ആണെങ്കിലാണ് വണ്ണം കൂടുന്നത്. വെയിറ്റ് എന്താ പറയാ ഗെയിൻ ചെയ്തിട്ടില്ല, വെയിറ്റ് ഒക്കെ ഓവർ ആകുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ ഈ പറയുന്ന ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നൊക്കെ ഡോക്ടേഴ്സ് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഹൈപ്പർ ഏതെങ്കിലും ഒരെണ്ണം ഓർത്തിരിക്കുക, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് പറ്റുന്നത്. ഹൈപ്പർ എന്ന് പറയുമ്പോ എന്താ പറയാ തൈറോയിഡ് കൂടുതലാണെങ്കിൽ വണ്ണം കുറവായിരിക്കും, കുറയും. അത് വെയിറ്റ് ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഹെയർ ഫോള്, അതൊക്കെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. രണ്ടിലും ഉണ്ട് കോമൺ ആയിട്ട്. ഇപ്പൊ എന്താ പറയാ ഹൈപ്പോ ആണെങ്കിലും ഹൈപ്പർ ആണെങ്കിലും നമ്മുടെ ഹെയർ ഫോൾ അനുഭവപ്പെടും. പിന്നെ വരുന്ന ഹൈപ്പർ ഹാൻഡ് ട്രമേഴ്സ്, അതായത് നമുക്ക് കൈ വിറയല്, ചില സമയത്തൊക്കെ കൈ വിറച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ വരുന്നത് ഹൈപ്പർ തൈറോയിഡിസത്തിലാണ്. ജസ്റ്റ് പറഞ്ഞു മാത്രം, അത് അണ്ടർലൈൻ ചെയ്തോ. ഓക്കെ. സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ്, റേഡിയോ ആക്റ്റീവ് ട്രേസേഴ്സ് ഉപയോഗിച്ചിട്ട് ഡോക്ടേഴ്സ് കണ്ടെത്തുന്ന രോഗം എവിടെയൊക്കെയാണെന്ന്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് രണ്ട് ഫുൾ ഫോംസ് ഉണ്ട്. സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫിയും പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫിയും. അത് അണ്ടർലൈൻ ചെയ്യാം. അതിന്റെ ഫുൾ ഫോംസ് നമ്മൾ പഠിക്കണം. അത് രണ്ട് മൊഡാലിറ്റീസ് ആണ് കേട്ടോ. സെന്റൻസ് ഫുൾ ഒന്നുണ്ട് അണ്ടർലൈൻ ചെയ്യാം. സിംഗിൾ ഫോട്ടോൺ എന്ന് തുടങ്ങി മൊഡാലിറ്റീസ് ഇൻ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. മനസ്സിലായില്ലേ എല്ലാവർക്കും? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞാൻ അടുത്തതിലേക്ക് പോവാണ്. ഇന്ന് നമ്മൾ കുറച്ച് കട്ടിയുള്ള ഡിപ്പാർട്ട്മെന്റുകളാണെന്ന് പഠിച്ചു, അതുകൊണ്ട് ഒന്നും അധികം പഠിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് എണ്ണം കൂടുതൽ പഠിച്ചു അല്ലെ? കുറച്ച് എണ്ണം കൂടുതൽ പഠിച്ചു. ഞാനത് ക്ലാസ്സിൽ പറയുകയും ചെയ്തു. നിങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റേണ്ടത് പറഞ്ഞു. പക്ഷെ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഇച്ചിരി എന്താ പറയാ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെട്ടതായതുകൊണ്ട് നമ്മൾ അധികം പഠിച്ചിട്ടില്ല. നമ്മൾ പഠിച്ചു തുടങ്ങിയത് എവിടെന്നാ? ഒബ്സ്റ്റട്രിക്സ് കഴിഞ്ഞിട്ടുള്ള തുടങ്ങിയേ പഠിച്ചിട്ടുള്ളൂ. ന്യൂറോളജി, നെഫ്രോളജി, ന്യൂക്ലിയർ മെഡിസിൻ ഒക്കെ കുറച്ച് കൂടുതൽ കാര്യങ്ങളുള്ളതാണ്. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അടുത്ത് നമുക്ക് പഠിക്കാം ഓങ്കോളജി. Oncology is the department which treats and also enquires about the different kinds of cancers. അല്ലെ? അതായത് നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും എവിടെയൊക്കെ അവയവം വരുന്നിപ്പോ നോക്കി കഴിഞ്ഞാൽ അവയവങ്ങളുടെ പേര് പറഞ്ഞ ക്യാൻസർ ആണ് അല്ലെ? വായില് ക്യാൻസർ, നാവില് ക്യാൻസർ, മുടിയിലെ ക്യാൻസർ, വയറ്റിലെ ക്യാൻസർ, ഇങ്ങനെ ഒക്കെ ഒരുപാട് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് തന്നെയുണ്ട്. അതിനെ കുറിച്ച് പഠിക്കുക, അത് കണ്ടെത്തുക, അത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കുക. ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്ലൂഡ്സ് കീമോതെറാപ്പി ട്രീറ്റ്മെന്റ്, റേഡിയോതെറാപ്പി ട്രീറ്റ്മെന്റ് ഫോർ ക്യാൻസറസ് ട്യൂമേഴ്സ് ആൻഡ് ഓൾസോ ബ്ലഡ് ഡിസോർഡേഴ്സ്. ശരീരത്തിലെ ബ്ലഡ് ഡിസോർഡറുകളും ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമേഴ്സിനെയൊക്കെ കണ്ടെത്തി അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക. കീമോതെറാപ്പിയോ റേഡിയോതെറാപ്പിയോ ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ക്യാൻസറിന്റെ സെൽസിനെയൊക്കെ എന്താ പറയാ കില്ല് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ഇനി ഈ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെയാണ്. നമ്മൾ നേരത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് പഠിച്ചതുപോലെ ന്യൂറോളജി പഠിച്ചതുപോലെ തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലും മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റെഫറൻസ് ആയിട്ടായിരിക്കും വരിക. നേരെ തന്നെ ഓടിച്ചെന്നിട്ട് നമുക്ക് ഏതെങ്കിലും തരത്തില് എവിടെയെങ്കിലും ഒരു വേദന വരുമ്പോ ഓടി അങ്ങോട്ട് നമ്മൾ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്കൊന്നും പോകുന്നില്ല. പോകും എവിടെയെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് ഒരു ദിവസം വയറിന് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് വേദന വന്നു,
അപ്പൊ തന്നെ നമ്മൾ വിചാരിക്കുകയാണ്, ഇപ്പൊ നമുക്ക് കോമൺ ആണല്ലോ ഈ അസുഖമൊക്കെ. ഓടി ചെന്നിട്ട് വയറിനകത്ത് വേദന വന്നു കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും എന്തെങ്കിലും മുഴയോ എന്തെങ്കിലും കിട്ടുന്നത് ക്യാൻസർ ആവാം എന്ന് വിചാരിച്ചിട്ട് ഓടി നമ്മൾ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോണേ. അല്ല, അങ്ങനെ എന്തെങ്കിലും ആദ്യമായിട്ട് വരുന്ന വേദനകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഫിസിഷ്യൻസിന്റെ ഒക്കെ പോയിട്ട് കാണും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഈ ഡിപ്പാർട്ട്മെന്റിലും ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലും the patients are coming to this department with referrals ആയിട്ടായിരിക്കും വരിക. ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് വയറുവേദന വന്നു, 2 ദിവസമൊക്കെ നോക്കി, 2 ഡോസ് ഒക്കെ മരുന്ന് കഴിച്ചു, പക്ഷെ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ അപ്പൊ ആ ഡോക്ടർ സജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റെഫർ ചെയ്യും, ഇന്ന ഡോക്ടർ ഒന്ന് കാണിച്ചു കൊടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കുക. അങ്ങനെയൊക്കെ വരുന്ന പേഷ്യൻസ് ആണ്. ഇനിയാണ് നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വരിക തീർച്ചയായിട്ടും. ആൻഡ് ഓൾസോ ഇതിനകത്ത് എന്താ പറയാ, ട്യൂമേഴ്സിനെ ട്രീറ്റ് ചെയ്യുക, ട്യൂമർ റിമൂവ് ചെയ്യുന്നത്. ഈ ട്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ക്യാൻസർ. എല്ലാം ട്യൂമറുകളും ക്യാൻസർ ആണെന്ന് നിർബന്ധമില്ല. മഴയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എല്ലാ മഴകളും ക്യാൻസർ ആണെന്ന് നിർബന്ധമുണ്ട്. ചിലതൊന്നും നമ്മുടെ ശരീരത്തിന് ഹാർംഫുൾ അല്ല. അതായത് നമ്മളുടെ ശരീരത്തിന് ഉപദ്രവകരമായിട്ടുള്ള മുഴകളും ഉണ്ട്, ഉപദ്രവകരമല്ലാത്ത മുഴകളും ഉണ്ട്. എല്ലാം ഒരേപോലെയല്ല. മുഴ കണ്ടു കഴിഞ്ഞാൽ ദാറ്റ്സ് ക്യാൻസർ എന്ന് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പാടില്ല. അപ്പോ എന്താണ്, ആ മുഴകള് ഉണ്ടെങ്കിൽ അത് നോക്കി അത് റിസെക്ട് ചെയ്തെന്ന് വെച്ചാൽ അത് എന്താ പറയാ സർജറിയിലൂടെ പുറത്തെടുത്തിട്ട് ബയോപ്സിക്കൊക്കെ ഇല്ലാത്താണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് നമുക്ക് ഈ ഒരു ടെസ്റ്റിംഗ് രീതി, ക്യാൻസർ ആണോ അല്ലേ എന്ന് നോക്കാനുള്ള ഒരു ടെസ്റ്റിംഗ് രീതിയാണ് ബയോപ്സി. ഇതിലൂടെയാണ് വെരിഫൈ വെദർ ദ ട്യൂമർ ഈസ് ഹാർംഫുൾ ഓർ നോട്ട്. നമ്മുടെ ശരീരത്തിന് അപകടം നിറഞ്ഞ മുഴയാണോ അല്ലേന്ന് ബയോപ്സിയുടെ റിസൾട്ടിലൂടെ നോക്കിയിട്ടാണ് മനസ്സിലാക്കുക. അല്ലാതെ എല്ലാ ട്യൂമേഴ്സും ക്യാൻസർ ആണെന്ന് നിർബന്ധമില്ല. ട്യൂമറുകൾ റിമൂവ് ചെയ്യുന്നത്, അതിനെയൊക്കെ കരിയിച്ച് കളയുന്നത്, വേണ്ടാത്തതൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ്. ആൻഡ് ദിസ് ഫീൽഡ് ഓഫ് ഓങ്കോളജി ഹാവ് 3 മേജർ ഏരിയാസ്. നമ്മുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനമായും 3 ഏരിയാസ് ഉണ്ട്. ഏരിയാസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: മെഡിക്കൽ ഓങ്കോളജി, ദെൻ സർജിക്കൽ ഓങ്കോളജി ആൻഡ് റേഡിയേഷൻ ഓങ്കോളജി. 3 ഏരിയ എന്ന് വെച്ചാൽ ഈ ക്യാൻസർ വിഭാഗത്തിൽ തന്നെ 3 ഏരിയ ഉള്ളത്. ആ 3 ഏരിയ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ ആൻസർ ഈസ് ദാറ്റ്, അവിടുത്തെ ഉത്തരവുണ്ട്. മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത് എന്താ, ബൈ ത്രൂ മെഡിസിൻസ് ഓർ കീമോതെറാപ്പി ദേ ക്യാൻ ക്യൂർ ദാറ്റ് ടൈപ്പ് ഓഫ് ക്യാൻസർ. മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നതിനകത്ത് വെറുതെ മെഡിസിൻ കൊടുത്തോ അല്ലെങ്കിൽ കീമോതെറാപ്പി മാത്രം പ്രൊവൈഡ് ചെയ്ത് ചെയ്യാം, ആ ക്യാൻസർ ഇല്ലാതാക്കാം. എന്ന് വെച്ചാൽ ക്യാൻസറിനെ ചികിത്സിക്കാൻ പറ്റും. മെഡിസിൻ മാത്രം കൊടുത്തു, കീമോതെറാപ്പി പ്രൊവൈഡ് ചെയ്തും നമുക്ക് ആ ക്യാൻസറിനെ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ, അതിനെയാണ് ആ കാര്യം മാത്രം ചെയ്യുന്ന ഒരു ഏരിയ, അതാണ് മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയുന്ന ഏരിയ. സെക്കൻഡ് വൺ എന്താ, സർജിക്കൽ ഓങ്കോളജി. ആ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഇവിടെ സർജിക്കൽ ആസ്പെക്ട്സ് ആണ്, സർജറി വേണ്ടി വരും. മനസ്സിലായോ? എന്ന് വെച്ചാൽ അത് എന്താ പറയാ, കീറി അത് ബയോപ്സിക്കൊക്കെ സെറ്റ് ചെയ്യുന്നതൊക്കെ ഇതിനകത്ത് വരും. അതുപോലെ തന്നെ അത് എന്താ പറയാ, റിസെക്ട് ചെയ്യാം എന്ന് വെച്ചാൽ ഇതിനെ കരിയിച്ച് കളയുന്നതോ അല്ലെങ്കിൽ സെക്ഷൻസ് ആയിട്ട് ഇങ്ങനെ ഉടച്ചൊക്കെ കളഞ്ഞ് പുറത്തേക്ക് എടുത്ത് കളയുന്നതോ ഒക്കെയാണ്. അപ്പൊ സർജറിയും വരുന്ന ഒരു ഏരിയ ആണ് സർജിക്കൽ ഓങ്കോളജി. മറ്റേത് മാത്രം പറ്റില്ല. മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നതിനകത്ത് മെഡിസിൻ കൊടുക്കുന്നു, കീമോതെറാപ്പി ചെയ്ത് ആ ഒരു ക്യാൻസർ സെൽസിനെ അല്ലെങ്കിൽ ക്യാൻസറിനെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു ഏരിയ. അതേസമയം സർജറിയും കൂടി വരുമ്പോൾ സർജിക്കൽ ആസ്പെക്ട്സ് ഇൻക്ലൂഡിങ് റിസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ് ഉൾപ്പെടെ ബയോപ്സി എല്ലാം വരുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയേഴ്സ് കൂടി ഇൻക്ലൂഡ് ആകുന്ന ഒരു ഏരിയ ആണ് സർജിക്കൽ ഓങ്കോളജി. റേഡിയേഷൻ ഓങ്കോളജി എന്തായിരിക്കും അപ്പോ? അതും അതുപോലെ തന്നെ പേര് പറയുന്നത് പോലെ ബയോപ്സി ഉണ്ട്, സർജറി ഒക്കെ ചെയ്യും. അതോടൊപ്പം തന്നെ എന്തുകൂടി വരും, they use high targeted regulated dose of high acceleration energy. ഇത് നല്ല എന്താ പറയാ റേഡിയേഷൻ, നല്ല എനർജി ഉള്ള റേഡിയേഷൻ പാസ് ചെയ്ത് ക്യാൻസർ സെൽസിനെ കില്ല് ചെയ്യാൻ, എന്നുവെച്ചാൽ ക്യാൻസറിന്റെ കോശങ്ങളെ നശിപ്പിക്കാനുള്ള റേഡിയേഷൻ ഉപയോഗിക്കുന്നു. ആ റേഡിയേഷൻ കൊടുത്ത് ക്യാൻസർ വന്ന ഭാഗത്തെ മുഴുവൻ അത് കരിയിച്ച് കളഞ്ഞിട്ട് ഉള്ള രീതികളൊക്കെയാണ് ഇതിൽ വരിക, റേഡിയേഷൻ ഓങ്കോളജി വരിക. അപ്പൊ അതിനകത്ത് നല്ല ഹൈ എന്താ പറയാ എനർജി ആയിട്ടുള്ള റേഡിയേഷൻ ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്, ഈ ക്യാൻസർ സെൽസിനെ കില്ല് ചെയ്യാനായിട്ട്. അപ്പൊ ഈ 3 ഏരിയാസും ഓങ്കോളജിയുടെ ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്ന 3 ഏരിയാസ് ആണ്. ഏതൊക്കെയാണെന്ന് മറക്കണ്ട, അതെന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. മെഡിക്കൽ ഓങ്കോളജി, ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ വിത്ത് മെഡിസിൻ ഇൻക്ലൂഡിംഗ് കീമോതെറാപ്പി. Second one, surgical oncology, surgical aspects of cancer including biopsy and resection of tumors. And the next one is radiation oncology. Radiotherapy uses high targeted energy radiation to kill
ക്യാൻസർ. മനസ്സിലായോ? ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്. മനസ്സിലായി? ഓക്കെ. അണ്ടർലൈൻ ചെയ്യാം നമുക്ക്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണട്ടാ. This department എന്നല്ല, oncology department inquires and treat all kinds of cancers and they provide a wide range of chemotherapy treatment and radiotherapy treatment for cancerous tumors and blood disorders. First sentence underline ചെയ്യണം. Then അടുത്ത sentence underline ചെയ്യേണ്ടത്, doctors also carry out tumor removal procedures which they are sent for biopsy to verify whether the tumor is harmful or not. അത് underline ചെയ്യണം. പിന്നെ 3 areas: medical oncology, surgical oncology, radiation oncology. ചെയ്തോ? ഹലോ, ചെയ്തോ? ഇടയ്ക്ക് സ്റ്റക്ക് ആവണ്ട, ഇടയ്ക്ക്. ഞാനിവിടെ സ്റ്റക്ക് ആയിരിക്കാണോ? ഇല്ല, എന്റെ ക്യാമറ ഇവിടെ സ്റ്റക്ക് ആയിരിക്കുക. ഇപ്പൊ ക്യാമറ ഓഫ് ആക്കിയതാ ഞാൻ. അങ്ങനെ സ്റ്റക്കായി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ഓഫ് ആക്കിയതാ പെട്ടെന്ന്. ഓക്കെ, ശരി. നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യണ്ടോന്നാ ചോദിച്ചേ? എന്താണ് ഇവിടുത്തെ ക്യാമറയുടെ കുഴപ്പം? യെസ്. സോ അടുത്ത ഡിപ്പാർട്ട്മെന്റ് നമുക്കൊന്ന് തുടങ്ങാം. തീർന്നില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ കണ്ടിന്യൂ ചെയ്താണ്. യെസ്, അടുത്ത ഡിപ്പാർട്ട്മെന്റ് സമയങ്ങളുണ്ടല്ലോ, 8 മിനിറ്റ് ഉണ്ട്. ഒഫ്താൽമോളജി ആണ് അല്ലെ? ഒഫ്താൽമോളജി നമുക്കൊക്കെ ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റും കൂടിയാണ്. പല രീതിയിലും നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ കണ്ണിന് എപ്പോഴൊക്കെ വരാറുണ്ട്. ഇവൺ ഒരു കണ്ണിക്കേട് അല്ലെ, കണ്ണിങ്ങനെ ചുമന്നിരിക്കുന്ന ഒരു രോഗം വരാറില്ലേ? ഇപ്പോഴൊക്കെ നമ്മൾ ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിലാണ് പോകുക. കണ്ണിന്റെ ഡോക്ടറെയാണ് കൊണ്ടുപോയി കാണിക്കുക. സോ ഇറ്റ് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഡീൽസ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഐ പ്രോബ്ലംസ് ഇൻ ചിൽഡ്രൻ ആൻഡ് ഓൾസോ അഡൽട്സ്. അത് കുട്ടികൾക്കും പ്രായപൂർത്തിയായവർക്കും ഒക്കെ കണ്ണിന്റെ എന്ത് പ്രശ്നങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒഫ്താൽമോളജി. ഇനി ഈ ഒഫ്താൽമോളജിയിൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്സ്, സാധാരണ കോമൺ ആയിട്ട് കണ്ണിന്റെ പ്രശ്നങ്ങൾ, കണ്ണിന് സാധാരണയായിട്ട് ഉണ്ടാകുന്ന പ്രശ്നം ഡൗൺ സൈഡിൽ ഉണ്ടാകും, ഷോർട്ട് സൈഡിൽ ഉണ്ടാകും. പിന്നെ എന്താ പറയാ, ചില ആളുകളിൽ കാറ്ററാക്ട്, അതായത് തിമിരം വരും. പിന്നെന്താ പറയാ, കണ്ണിന് വെള്ളെഴുത്ത് വരും അല്ലെ? അങ്ങനെ സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. കൂടാതെ ലേസർ ട്രീറ്റ്മെന്റ്സ് ഇപ്പൊക്കെ ഉണ്ടല്ലോ. 1 മണിക്കൂർ കൂടിയൊക്കെ നമുക്ക് കണ്ണട ഇല്ലാതെ നിങ്ങൾക്ക് നടക്കാം എന്ന് പറഞ്ഞിട്ട് കുറെ പരസ്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ അല്ലെ? നിങ്ങളുടെ കണ്ണട നിങ്ങളുടെ കോൺഫിഡൻസിനെ കുറയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതെയാക്കാനായിട്ട് 1 മണിക്കൂർ കൊണ്ട് വെച്ച് മാറ്റാം. ലേസർ ട്രീറ്റ്മെന്റ്സ്, ലേസർ ഒക്കെ അടിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെയാണ്. പിന്നെ ഒപ്റ്റോമെട്രി ഈസ് ഓൾസോ എന്താ പറയാ, അതൊരു സ്പെഷ്യൽ ബ്രാഞ്ച് ആണ്. നമ്മുടെ കണ്ണിന്റെ അബ്നോർമാലിറ്റീസ്, കണ്ണിന്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന വ്യതിയാനം, പലതരത്തിലുള്ള ഡിഫക്ട്. ഇപ്പൊ കണ്ണ് എന്താ പറയാ, കണ്ണിന്റെ ഘടനയിലൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ, ഇങ്ങനെ പുറത്ത് നോക്കുന്ന ഘടനയിൽ മാറ്റമല്ല, അതല്ലാതെ ഏതെങ്കിലും രീതിയിലുള്ള അബ്നോർമാലിറ്റീസ് കണ്ണിനുണ്ടെങ്കിൽ അതിനുവേണ്ടി സ്പെഷ്യൽ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു ഇതാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. ദെൻ അടുത്തത് എന്താ? ഓർത്തോപ്റ്റിക്സ് ആണ്. ഓർത്തോപ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു എക്സ്പേർട്സ്, അത് പ്രത്യേകം ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്ടുകളാണ്. ഇത് നമ്മുടെ കണ്ണിന്റെ പല കാര്യങ്ങളും ഡിഫക്റ്റുകളൊക്കെ കണ്ടെത്തി ചില കുട്ടികളിൽ അല്ലെങ്കിൽ ചില ആളുകളിൽ sometimes the eyes may not work properly, may not work together. രണ്ടും ഒരേപോലെ പ്രവർത്തിക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് കണ്ണിന്. യു മീൻ ബൈനോക്കുലർ വിഷൻ എന്ന് പറയും. അതായത് നമ്മളൊരു വസ്തുവിനെ സ്ട്രേറ്റ് ആയിട്ട് നോക്കുമ്പോൾ 2 കണ്ണിന്റെയും ഈ ഐബോൾസ് കറക്റ്റ് ആയിട്ട് ആ ഒരു പോയിന്റ് വസ്തുവിലേക്കായിരിക്കും ഇങ്ങനെ ആയിട്ടിരിക്കുക അല്ലെ? പക്ഷെ there are some people or children, കുട്ടികളിലും വലിയവരിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ ഒരെണ്ണം ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നത്, മറ്റൊന്ന് ഇച്ചിരി നീങ്ങി നിൽക്കുന്നത്. അത് രണ്ടും ഒരേ ഇതിലല്ല ഇങ്ങനെ നിൽക്കുന്നത്. മനസ്സിലായത്? അപ്പൊ നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 2 ഐബോൾസ് ഈ എന്താ പറയാ റൈറ്റ് സൈഡിലേക്ക് പോകും. ഞാൻ ഇപ്പുറത്തുള്ള എന്തെങ്കിലും സാധനം ഇങ്ങനെ ഇരുന്നിട്ട് നോക്കുകയാണെങ്കിൽ എന്ത് പറ്റും?
ആ ഐബോൾസ് രണ്ടും നിങ്ങൾക്കറിയാം എന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങുന്നത് അല്ലെ. പക്ഷെ ചില ഇതുണ്ട് ഇതുപോലെ തന്നെ നേരെ നോക്കുമ്പോൾ നേരെ രണ്ടും ഒരേ പൊസിഷനിലാണ് ഐബോൾസ് വരുന്നത്. പക്ഷെ ചില കാര്യങ്ങളിൽ അങ്ങനെ വരാറില്ല ചില ആളുകളിൽ. അത് ആ ഒരു ശരിക്കും അങ്ങനെ വരണം. അതിനെയാണ് നമ്മൾ ബൈനോക്കുലർ വിഷൻ, വർക്കിംഗ് ടു ഐസ് ടുഗദർ, രണ്ട് കണ്ണുകളും ഒരേപോലെ പ്രവർത്തിക്കണം. അതല്ലാതെ വരുമ്പോൾ ഇംപ്രോപ്പർ ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് കൂടുതൽ അതിനെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്ന ഒരു വിഭാഗം ഓഫ് എക്സ്പേർട്സ് ആണ് കേട്ടോ. ആ എക്സ്പേർട്ടുകളെ നമ്മൾ വിളിക്കുന്നവരാണ് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് വിളിക്കും. ഇനി ഈ ബൈനോക്കുലർ വിഷൻ സാധിച്ചു കൊടുക്കുന്നതാണ് ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്കിൽ. ഈ ഓർത്തോപ്റ്റിസ്റ്റിന്റെ ഒഫ്താൽമോളജിയിൽ ഇങ്ങനെ ഒരു വിഭാഗം ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, ഓർത്തോപ്റ്റിസ്റ്റുകൾ മാത്രം. എന്നുവെച്ചാൽ ബൈനോക്കുലർ വിഷൻ കറക്റ്റ് ആക്കി കൊടുക്കുക. ആൻഡ് ഈ ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നതിനകത്തെ ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന ഒരു വേർഡ് ഇറ്റ്സ് ഗിവൺ ഫ്രം ഗ്രീക്ക്. അതൊരു ഗ്രീക്ക് പദമാണ്. അത് രണ്ട് വേർഡായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? ഓർത്തോസ് എന്നും ഓപ്റ്റിക്കോസ് എന്നുമായിട്ട് രണ്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന വാക്കുകളെ ചേർത്തിട്ടാണ് ഈ ഓർത്തോപ്റ്റിസ്റ്റ് അല്ലെങ്കിൽ ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ് അതിന്റെ മീനിങ്? ആ ഗ്രീക്ക് വേർഡിൽ ഓർത്തോസ് എന്നതിന്റെ അർത്ഥം സ്ട്രെയിറ്റ്, ബൈനോക്കുലർ വിഷൻ ആണല്ലോ, സ്ട്രെയിറ്റ് ആക്കുക എന്നുള്ളത്. സ്ട്രെയിറ്റ് എന്നും ഒപ്റ്റിക്കോസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം റിലേറ്റീവ് ടു സൈറ്റ്, കാഴ്ചയുമായി ബന്ധപ്പെട്ടത്. കാഴ്ച സ്ട്രെയിറ്റ് ആക്കുക, നേരെയാക്കുക എന്നുള്ളതാണ് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ് ഡോക്ടേഴ്സിന്റെ പേര്. അത് ശരിയാക്കുന്ന പ്രക്രിയയാണ് ഓർത്തോപ്റ്റിക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ബൈനോക്കുലർ വിഷൻ കറക്റ്റ് ആക്കി കൊടുക്കുന്നത്. മനസ്സിലായോ? അത് നമ്മുടെ ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഓൾസോ ദ ലാസ്റ്റ് വൺ ഒഫ്താൽമിക് ഇമേജിംഗ്. ഇമേജിങ്ങിലൂടെ എന്ന് വെച്ചാൽ കണ്ണില് ഈ പറയുന്ന പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂക്ലിയർ മെഡിസിൻ ഒക്കെ പോലെ അത് കണ്ണിന്റെ വൈഡ് റേഞ്ച് ഓഫ് പ്രോബ്ലംസ് കണ്ടെത്താൻ വേണ്ടി ഒരു സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നു. മനസ്സിലായി? ഇമേജസ് കണ്ടുപിടിക്കാൻ. അപ്പൊ കണ്ണിലേക്ക് ഇതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഇമേജിംഗ് ടെക്നിക് ഉപയോഗിച്ച് എന്ത് ചെയ്യും? ഇവരുടെ കണ്ണിന്റെ ആ ഘടനയൊക്കെ മോണിറ്ററിലൊക്കെ പതിപ്പിച്ച് കണ്ണിന്റെ പ്രശ്നങ്ങൾ എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വിഭാഗം. അതാണ് ഒഫ്താൽമിക് ഇമേജിംഗ്. ഇമേജിംഗ് ടെക്നിക് ആണ് അവിടെ ഉപയോഗിക്കുന്നത്, നമ്മുടെ ന്യൂക്ലിയർ മെഡിസിൻ പോലെ. മനസ്സിലായോ? സോ നമ്മുടെ ഒഫ്താൽമോളജിയിൽ ഉള്ള പ്രധാനപ്പെട്ട സർവീസസുകളാണ്, മറക്കണ്ട. അത് ഓരോന്നും 4 കൊടുത്തിട്ടുണ്ട്. അത് 4 ഇമ്പോർട്ടന്റ് ആണ്. ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്, ലേസർ ട്രീറ്റ്മെന്റ്, ഒപ്റ്റോമെട്രി, ഓർത്തോപ്റ്റിസ്റ്റ് ആൻഡ് ഒഫ്താൽമിക് ഇമേജിംഗ്. ഇനി അതിനകത്ത് ഓർത്തോപ്റ്റിസ്റ്റ് എന്താണെന്നും അതുപോലെ തന്നെ അതിന്റെ ഒരു ഫുള്ളും അതുപോലെ ഒഫ്താൽമിക് ഇമേജിന്റെ ഫുള്ളും എന്ത് ചെയ്യണം നമ്മൾ അതും അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. മനസ്സിലായോ? ക്ലിയർ ആയോ? എനി ഡൗട്ട്സ്? യെസ്, ക്ലിയർ ആണ്. ഓക്കെ, സോ നമുക്ക് അടുത്തത് ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് കുറച്ച് വലിയ ഡിപ്പാർട്ട്മെന്റുകളാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് അത് കുറച്ച് കൂടുതൽ അണ്ടർലൈൻ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ന്യൂറോളജി, നെഫ്രോളജി, കൂടുതൽ പഠിക്കാനുള്ള പോയിന്റുകൾ ഈ പറഞ്ഞ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട് കേട്ടോ. ന്യൂക്ലിയർ മെഡിസിൻ, ഓങ്കോളജി ആൻഡ് ഒഫ്താൽമോളജി കൂടുതൽ പഠിക്കാനുള്ളത് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താണ്. അടുത്ത ഡിപ്പാർട്ട്മെന്റ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നത്. സോ അത് നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുക, അണ്ടർലൈൻ ചെയ്തത്. കാരണം ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഹോസ്പിറ്റൽസിൽ ജോലി ചെയ്യാൻ പോകുമ്പോൾ ഇതിനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ചു ഇതൊന്നും ഞാൻ എവിടെ കേട്ടില്ലല്ലോ എന്ന് അവിടെ ചെന്നേരം നമ്മൾ ഇതാക്കാൻ പാടില്ലല്ലോ. സോ ഓക്കെ, നമ്മൾ വലിയ ആൾക്കാരായിക്കോളും നമ്മോട് ചെന്ന് ഞാനിതൊക്കെ പഠിച്ചിട്ട് അങ്ങോട്ട് വന്നേക്കണം എന്നുള്ള മട്ടും ഭാവമൊക്കെ നമുക്ക് ഉണ്ടാവണം നമ്മളുടെ ആ ഒരു ഇതില്. അല്ലാതെ അറിയാത്ത പോലെ അയ്യോ ഇതൊക്കെ എപ്പോ പഠിച്ചു ഞാൻ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കരുതല്ലോ. ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ നന്നായിട്ട് ഇതൊക്കെ പഠിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആണോ? ഇതൊക്കെയാണ് നടക്കുന്നത്. കണ്ടോ, ഇൻട്രസ്റ്റിംഗ് ആണോ? അല്ലേ? ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത കാര്യമൊക്കെ അടുത്ത മൊഡ്യൂളുകളിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇതൊക്കെ ആസ്വദിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ അത് ആസ്വദിച്ച് പഠിക്കേണ്ടത് ആസ്വദിച്ച് തന്നെ പഠിക്കുക. ആസ്വദിക്കാൻ പറ്റാത്ത കാര്യമൊക്കെ അടുത്ത മൊഡ്യൂളുകളിലെ ലാസ്റ്റിൽ മാനേജ്മെന്റ് വിഭാഗം വരും. അപ്പൊ ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ത്രൂ പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ചിലരൊക്കെ നമ്മളുടെ ഓഫീസിൽ വന്ന് വാങ്ങിക്കുന്നുണ്ട്. നിയറസ്റ്റിലൊക്കെ ഉള്ള ആളുകള്. ഇന്നലെ ഒരു കുട്ടി വന്നു. ഇന്നലെ വന്ന ആൾ ഇവിടെ ഉണ്ടോ? 21 ആളാണല്ലോ വന്നത്. ഇന്നലെ വന്ന ആൾ ഇവിടെ ഉണ്ടോ? ഇല്ലാന്ന് തോന്നുന്നത്. റെക്കോർഡ് ക്ലാസ് ആയിരിക്കും കാണുന്നത്. യെസ്, ഇന്നലെ ഒരു കുട്ടി ഇവിടെ വന്നു ഓഫീസിൽ